بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. വഫാത്തിൻ്റെ ഇത് കഴിഞ്ഞ് 4 മാസം 10 ദിവസം ആകെ 2 വകുപ്പേ ഉള്ളൂ. ഈ മരിച്ചുപോയ ഭർത്താവിൻ്റെ കെയർ ഓഫിൽ ഗർഭിണിയാണോ അന്ന് ഗർഭം എപ്പോൾ തീരുന്നു അന്ന് യുദ്ധം കഴിയും. അതിന് ഡേറ്റ് പറയാൻ കഴിയില്ല. ചിലപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് തീർന്നെന്നും വരാം, 9 മാസം വരെ കാത്തുനിന്നും വരാം. മറ്റേതോ ഫിക്സഡ് 4 മാസം 10 ദിവസം അറബിയായ കൊല്ലം അത് തീർന്നു. അതിനില്ലാതെ കണ്ടുപാറ കാക്കൻ്റെ ചപ്പ കുത്തിയിട്ട് നടക്കലും കുടത്തുണി കീറിയിട്ടിടലും ഒന്നും ഇസ്ലാമിലില്ല നേരത്തെ പറഞ്ഞല്ലോ. അതാരും വെച്ചാലുമില്ല. വെച്ചാൽ നല്ലോണം ദ്വാരന്നുള്ള. ഇനി പറയാൻ പോകുന്ന ഈ വിവാഹ ആലോചന. ഒരു പെണ്ണിന് വിവാഹം കഴിക്കാൻ വേണ്ടി ആലോചന നടത്തലില്ലേ? അത് ഇദ്ദയിലിരിക്കുന്ന അവസരത്തിൽ പറ്റൂല. ഈ പെണ്ണ് ഇദ്ദയിലാണെങ്കിൽ റജയ്യാണെങ്കിൽ ഒട്ടും പറ്റൂല. കാരണം ബാധത്തെ ഭർത്താവിൻ്റെ അലാക്കത്താണ് ബാക്കിയുണ്ട്. ബായിനാണെങ്കിലും ഇദ്ദയിൽ ചെയ്യുന്നത് വരെ പറ്റൂല. അതാ പറയുന്നത്. വായിക്കലും പറ്റൂല. ആലോചന നടത്തലോ സരീഹുണ്ട്, കിനായത്തുണ്ട്. സരീഹ എന്ന് പറഞ്ഞാൽ വ്യക്തമായി പറയാലോ, അതിൻ്റെ ഇന്നുവരെ പറ്റൂല. കിനായത്തിന് സൂചന കൊടുക്കില്ല. ഇത് കഴിഞ്ഞിട്ടാ അറിയിക്കണേ ഇതെല്ലാം പറഞ്ഞിട്ടില്ല. ولا جناح عليكم فيما عرضتم به من خطبة النساء أو أكننتم في أنفسكم. അതാ ആ 2 മസാലയുടെ തീർന്നു. ഒന്ന് താരീത്, മറ്റൊന്ന് മനസ്സിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കൽ. അപ്പാട്ടാകുന്നുണ്ടാവും തസ്രീഹ് എന്ന് പറഞ്ഞിട്ട് വ്യക്തമായി പറയൽ ഒരിനം. മറ്റൊന്നോ താരീത് 2 മനസ്സിൽ ആലോചിച്ച് വെക്കൽ. ആരും അതേ അറിയുള്ളൂ. അങ്ങനെയുണ്ടല്ലോ. കിനാറ്റ് അല്ല, അതാ ആ കിനാറ്റാണ് താരീത് പറയുന്നടാ. വലാ ജുനാഹ അലൈക്കും, നിങ്ങളുടെ പേരിൽ തെറ്റില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. അലിമല്ലാഹു അന്നൽ മർഅത ഇദാ മാത സൗജുഹ, ഒരു പെണ്ണിൻ്റെ ഭർത്താവ് മരിച്ച്, എന്നാൽ അല്ലാഹു തആലാക്ക് അറിയാ ഖദ് യകൂനു ലഹ മാലുൻ, ഒന്നിക്കിലൊക്കെ മുതലുണ്ടാകും. ഔ ജമാലുൻ, അല്ലെങ്കിൽ ജമാലുണ്ടാകും. ഔ മഅന യുറഗിബുൻ നാസ ഫീഹ, അല്ലെങ്കിൽ അവളെ ആഗ്രഹിക്കാവുന്ന എന്തെങ്കിലും മെരിറ്റോ വലിയ പഠിപ്പോ സർട്ടിഫിക്കറ്റോ ഇബാദത്തോ. ഇബാദത്ത് ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല. പെണ്ണിക്ക് ഓട്ടം ഡിഗ്രി ഉണ്ടോന്ന് അറിയല്. ഇങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം എന്താക്കും, സ്വാഭാവികമായി മറ്റുള്ള ആള് ഇവളെ വിവാഹം ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടാകും. അപ്പൊ അതിലക്കല്ലിറാഗിബി, അപ്പൊ ഈ ആഗ്രഹിക്കുന്ന ആൾക്ക് അല്ലാഹു തആല അനുവാദം കൊടുത്തിരിക്കുന്നു. ബിൽ ഖിത്ബത്തി, ഖിത്ബത്ത് കൊണ്ട് തഅരീലാക്കലേ സമ്മതം കൊടുത്തു. എപ്പം ഫിൽ ഇദ്ദയിൽ വെച്ചിട്ട്. അവിടെ ചർച്ച ചെയ്യണ്ടോ? ഇതൊന്നില്ലാതെ കണ്ട് ഒന്നുമില്ലാതെ ഹദിയായ പെണ്ണാണെങ്കിൽ പിന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഫഖാല തആല വലാ ജുനാഹ അലൈക്കും, എന്നിട്ടാണ് ജുനാഹില്ല എന്ന് പറഞ്ഞത്. ഇതിൽ ഫീമാ അർറൽതും ബിഹി, അർറലിന് ഒരു മസ്തറുണ്ട്. എന്താണ് തഹരീല്? അതാണ് ആ തഹരീലു എന്ന് പറഞ്ഞ ഇഫ്ഹാമുൽ മഅന, മഅനയെ അറിയിക്കലാണ്. ബിശൈഇൽ മുഹ്തമലി ലഹു വലി ഗൈരിഹി, ആ ഉദ്ദേശിക്കപ്പെടുന്ന ആ ഷൈഉം എല്ലാത്തിനും സാധ്യതയുള്ള 2 അർത്ഥം ഉള്ള ഒരു വാക്ക് പറഞ്ഞു. തഹരീല് അത് ശരിയില്ല. ഒരു അർത്ഥം ജനിപ്പിക്കണം. ആ അർത്ഥത്തിനും അല്ലാത്തതിനും പറ്റുന്ന ഒരു വാക്ക് പറയാം. അപ്പൊ അയാളെ പിടികൂടിയാൽ ഞാൻ അതല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അയാൾ രക്ഷപ്പെടും. എന്താണ് മീൻ ഖിത്ബത്തിൻ നിസാ, പെണ്ണിന്റെ ഖിത്ബത്ത് പറയൽ. അൽ ഖിത്ബത്തു എന്നുള്ളത് ബിൽ കസ്രി, കസ്ർ കൊണ്ട് വായിച്ചാൽ ഹി ഇൽതിമാസുൻ, നിക്കാഹിന് ആവശ്യപ്പെടൽ എന്നാണ്. വബിൽ ലമ്മി ഹു എന്ന് വെച്ച്, എന്നാലോ ഏതായിരിക്കും? ഖുതുബ, പ്രസംഗം. അപ്പം വെള്ളിയാഴ്ച ആദ്യം പറയുന്ന പ്രസംഗം അത് ഖുതുബയല്ല, ചെറിയ ഖുതുബയല്ലല്ലോ, ഭാഷാത്ത ഖുതുബ.
അൽ മുസ്തമിലി അലൽ വഅദി, അത് വഅദിന്റെ മേൽ ഒരുമിച്ച് കൂടണം. അതല്ലാണ്ട് വേറെന്തല്ലോ ഗൈബത്തും നമീമത്തും പറഞ്ഞാലൊന്നും ഖുതുബയാവില്ല. ഒരു വഅദിന്റെ ശൈലി അതിലുണ്ടായാൽ ഖുതുബ. ഇവരട്ടെ വലാ ജുനാഹ അലൈക്കും ഫീമാ അർറത്തും മിൻ ഖിത്ബത്തിൻ നിസാഇ, അന്നിസാ ഉണ്ടല്ലോ, ഈ അലിഫ്ലാം എന്താണ്? ഇന്ത്യയിലിരിക്കുന്ന പെണ്ണ് എന്ന അർത്ഥം. എന്നല്ലാണ്ട് എല്ലാ പെണ്ണുമല്ല. എല്ലാ പെണ്ണും എടുക്കുകയാണെങ്കിൽ അമ്മ പറഞ്ഞില്ലേ, ഒരു നിക്കാഹ ബന്ധമില്ലാത്ത നടാടെ വിവാഹം ചെയ്യുന്ന പെണ്ണാണെങ്കിൽ ഇവിടെ ഈ ചർച്ചക്ക് എടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. ഇവിടെയാണ് സ്വന്തം തഫ്സീർ എന്നോട് ചോദിക്കുക അന്നിസാഇൻ അലിഫ്ലാം എന്താണെന്ന്. വൽമുറാദു ബിന്നിസാഇ അൽ മുഅ്തദ്ദാതു ലിൽ വഫാത്തി, അതാ ഗൈറ തലാഖ് റജഇയ്യ, റജഇയ്യ തലാഖല്ലാത്ത വഫാത്തിനോ അതുപോലെ തന്നെ മറ്റുള്ള ബായിനായ തലാഖിനോ എഴുതിയിരിക്കുന്നത്. അവിടെ ഇബാറത്തിൽ എന്തോ ഒരു പോരായ്മ തോന്നുന്നു. അവിടെ അങ്ങനെ തന്നെ ഉള്ളത് ശരി സാറേ. എന്നിട്ട് അപ്പൊ അവിടെ മൂന്നാമത്തെ ഡീനയില്ലേ, അത് ഇത് ഖാസായില്ലേ, നമുക്ക് ഇബാറത്ത് മൂമല്ലേ ഉള്ളി. ഇദ്ദത്തിലുണ്ട്, ഒന്ന് വഫാത്തിന്റെ ഇദ്ദ, മറ്റൊന്ന് ബായിനായ തലാഖിന്റെ ഇദ്ദ, റജഇയ്യ തലാഖിന്റെ ഇദ്ദ അല്ലേ. അപ്പോ ഈ ഖിത്ബത്തുൻ നിസാ ഫാരീലാക്കൽ ഏതെല്ലാം സൂറത്തിൽ വരാം? റജയിൽ പറ്റൂല. റജയിൽ എന്താ പറ്റാത്തതെന്ന് വെച്ചാൽ മറ്റോർക്ക് മടക്കിയെടുക്കാനുള്ള അവകാശം കാത്തിരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് താൽക്കാലികം, അതായത് ഡിസ്മിസ് ആയിട്ടില്ല, സസ്പെൻഡ് ആയിട്ടുള്ളൂ. അപ്പൊ ബാക്കി രണ്ടെണ്ണം കിട്ടണ്ടേ? രണ്ടെണ്ണം കിട്ടുമ്പോ ഇവിടെ നോക്കിയട്ടെ, അൽ മുഅ്തദ്ദാതു ലിൽ വഫാത്തി, എന്നിട്ടോ ഗൈറ തലാഖിൻ റജഇയ്യ, റജഇയ്യ തലാഖ് അല്ലാത്ത വഫാത്തിന് ഇതാണ്. അത് ആ ഇബാറത്ത് നോക്കിയിട്ടുണ്ട്. അതാ പറയും. അവിടെ എന്തോ ഒരു ഹർഫ് പോയിട്ടുണ്ട്. അവിടെ മുസന്നിഫിനെ കുറവ് പറഞ്ഞു എന്നല്ല, പ്രസ്താറായിരിക്കും കുറവ്. മസ്അല മനസ്സിലായിട്ടില്ല. റജഇയ്യായ തലാഖ് അല്ലാത്ത ബാക്കി ഏത് ഇദ്ദക്കും രണ്ടെണ്ണുണ്ട്. അപ്പൊ ആ രണ്ടെണ്ണം എന്ന അർത്ഥം കിട്ടുന്ന ഇബാറത്ത് വന്നിട്ടില്ല. അൽ മുഅ്തദ്ദാതു ലിൽ വഫാത്തി വഗൈറ തലാഖിൻ റജഇയ്യൻ, റജഇയ്യ തലാഖ് അല്ലാത്തതും. അപ്പൊ രണ്ടിനെങ്കിലും പെടണോ? അത് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ലല്ലോ. ഇതുവരെ നിക്കാഹ് നടക്കാത്ത സ്കൂൾ പഠിക്കുന്ന പെണ്ണിന് ഖിത്ബ നിങ്ങൾ താരീലാക്കി പോലും കിനായത്താക്കി പോലും പോയില്ല പോലും ഒന്നൊരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ. അത് മസലായിട്ട് വരണ്ടില്ലല്ലോ. എന്തോ എന്റെ മസാല ഓടാത്ത വന്നിട്ടുണ്ട്. ഇനി സുമ്മത്താരീദു ബിൽ ഖിത്ബ, ഖിത്ബത്ത് കൊണ്ട് താരീലാക്കുന്ന എന്താ? അൻ യഖൂല ലഹാ ഫിൽ ഇദ്ദ, ഇദ്ദയിൽ അവളോട് പറയുക, ഇന്നക ലജമീലത്തുൻ സാലിഹത്തുൻ, നീ നല്ല ജമീലത്താന്നല്ലോ സാലിഹത്താന്നല്ലോ. കമാൻഡ് അടിക്കില്ലേ? അന മുഹ്താജുൻ ഇല ഇംറഅത്തിൻ, അല്ലെങ്കിൽ എനിക്കൊരു പെണ്ണ് കെട്ടണം. സിഫത്തുഹാ കഥ, അതിന്റെ സിഫത്ത് ഇന്നതായിരിക്കണം, അത് എനിക്ക് ഒത്തിട്ടുണ്ട് എന്ന് എനിക്ക് പറയുന്നുണ്ടായില്ല. യഖൂല, അല്ലെങ്കിൽ പറയല് ഇനി, അത് അതിന് രണ്ടെണ്ണം പെണ്ണിന്റെ യോഗ്യതയെ പറഞ്ഞത്. ഇനി ഇന്നി ഹസനുൽ ഖുൽഖി, ഞാൻ പെണ്ണുങ്ങളോട് നല്ല സ്വഭാവത്തിൽ കഴിയുന്ന ആളാണ്. കസീറുൽ ഇൻഫാഖ്, നല്ലോണം ചെലവ് കൊടുക്കുന്ന ആളാണ്. ജമീലുൽ ഇശ്റത്തി, നല്ല പെരുമാറ്റമുള്ള ആളാണ്. മുഹസ്സിൻ ഇലൽ നിസാ, എന്നിനെ ഹിസാൻ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറയലാന്ന് തഹരീദിന്റെ കോലം. വാംസാലിഹ, അതുപോലെ പലതുണ്ട്. അപ്പൊ ഫയസിഹു നഫ്സഹു, ഇവന്റെ നഫ്സിനെ ഇയാൾ വർണ്ണിക്കുകയാണ്. ലിയുറഖിബ ഫീഹി, അതിൽ തർഗീബ് ഉണ്ടാക്കാൻ വേണ്ടി. യഖൂല, അല്ലെങ്കിൽ പറയാം റബ്ബ റാഗിബിൻ ഫീക്ക്, നിന്നെ കുറെ ആൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വഹരീസിൻ അലൈകി, നിന്നോട് വലിയ ഹിർസുള്ള ആളുണ്ട്. വനഹ്വി ദാലിക മിമ്മാ യൂഹിമു അന്നഹു യുരീദു നികാഹഹ, അവളെ നിക്കാഹ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു തരം വാക്ക്. അല്ല ബലായുസജ്ജ് എന്നിട്ട് വേണം ഇന്ന കഴിഞ്ഞിട്ട് ഓള് ഇങ്ങനെ ഒരാള് പറഞ്ഞിട്ടുണ്ടല്ല
അയാൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പെണ്ണുകെട്ടിനെ കുറി എടുക്കുമ്പോൾ നിറക്കി ചേർക്കണ്ടേ? അതായത് മതി, സ്ത്രീക്ക് എത്തത്തക്ക രീതിയിൽ പറഞ്ഞാൽ മതി. അവൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ എന്താക്കാനും വേണ്ടി അവൾ കാത്തിക്കാലോ. വലാ യുസജ്ജുഹു ബിന്നിക്കാഹ്, നിക്കാഹ് കൊണ്ട് തസ്രീഹ് പാടില്ല. അങ്ങനെ ബിഅൻ യഖൂല ഇന്നി ഉരീദു അൻ അൻകിഹകി, ഉൻകിഹക്കിയല്ല, ഉൻകിഹക്കിയാ നിന്നെ വേറെ കെട്ടിച്ചു കൊടുക്കലാവും. ഞാൻ നിന്നെ നിക്കാഹ് ചെയ്യലല്ല, അങ്ക ആ അതവജുക്കി, അല്ല ഞാൻ നിന്നെന്താക്കും കെട്ടു. ആ വസ്തുബുക്ക് അവ കയ്യിൽ കാണിക്കുന്നത് മറ്റേ ശരീഹായ വാക്ക് പറയാൻ പാടില്ല ഒരു കാര്യം എടുക്കുന്നു. അപ്പം ശരീഹ് പാടില്ല എന്നും കിനാറ്റ് പറ്റുമെന്നും. ഇനി മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചാലോ എന്നാ ചോദ്യം. ആകെ ശരി കഴിഞ്ഞില്ല. അതാ ആ അഖിനന്തും ഫീ അംഫുസിക്കും, എന്തെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുക. ഐ അലുമർത്തും ഫീ ഖുലൂബിക്കും മിൻ നിക്കാഹിഹിന്ന, അത്തരം പെണ്ണുങ്ങന്മാരെ കെട്ടുന്ന കാര്യം മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച്. ഫലം തദ്കുറൂഹു, നിങ്ങളത് പറഞ്ഞില്ല, ശരീഹും പറഞ്ഞിട്ടില്ല, വലാ താരീഖും പറഞ്ഞിട്ടില്ല. അപ്പൊ 3 സ്റ്റേജ് ഉണ്ട് എന്നർത്ഥം. ഈ മസാല കൃത്യമായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി വേഗം ഉണ്ടല്ലോ. 3 സ്റ്റേജാണ് ആകെ ഉള്ളത്. ഏത് പറ്റൂല? തസ്രീഹ് പറ്റൂല, കിനാത്ത് പറ്റും, മനസ്സിൻ്റെ ഉള്ളിൽ പൂരിയും വെച്ച് കൊടുക്കുന്നു അങ്ങനെയുണ്ടല്ലോ. എന്നാലും അലിമല്ലാഹു, അല്ലാഹു തആല അറിയുന്നുണ്ട്. അള്ളാന്റെ ഇൽമിനെ തൊട്ട് മറവല്ല, അത് ഇടക്കിടക്ക് അള്ളാന്റെ സിഫാത്തും അക്കീദിങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്താണ്? അന്നക്കും സതർകുറൂനഹുന്ന, എന്നുവെച്ചാൽ അവളെ പറ്റി നിങ്ങൾ പറയും എന്നുള്ളത് നമുക്കറിയാം. മനസ്സിലൊളിപ്പിച്ച് വെച്ചാൽ ഏതെങ്കിലും അക്ഷരത്തിൽ ഇങ്ങനെ വായ്മന്ന് വിരോധിക്കും. എന്താണ്? ഐ ലാ തൻഫഖൂന അനിൻ നുതഖി ബിറഗ്ബതികും ഫീഹിന്ന, ആ സ്ത്രീകളിൽ നിങ്ങൾക്കുള്ള ആഗ്രഹം കൊണ്ട് മുഴിഞ്ഞു പറയുന്ന തൊട്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. ഫൽ മഖ്സൂദു, ചുരുക്കത്തിൽ ബയാനു വജ്ഹി ഇബാഹത്തിൽ ഖിത്ബത്തി, ഖിത്ബത്തിന്റെ അനുവാദം വെളിവാക്കലാണ് ഈ ആയത്തുകൊണ്ട് ലക്ഷ്യം. ബി തരീഖ് താരീൽ, താരീൽ നിന്റെ മാർഗത്തിൽ കൂടി. നിങ്ങളൊന്നും പറയാണ്ട് മനസ്സിലൊളിപ്പിച്ച് വെച്ച് പാത്തുമാനെ കെട്ടണമെന്ന് വെച്ചാൽ അതും അള്ളാഹ് അറിയുന്നുണ്ട്. അത് ഇടക്കിടക്ക് അള്ളാഹുവിന്റെ സിഫാത്ത് കൂട്ടിക്കൊടുക്കും. പക്ഷെ എന്തുകൊണ്ട്? നിങ്ങൾ വാഗ്ദാനം ചെയ്യാൻ പാടില്ല. വാഗ്ദാനം പിന്നെ ശരീരമില്ല. വലാകിൻ ലാ തുവാഇദൂഹുന്ന സിർറാ, വാഅദാക്കുന്നുണ്ട് 2 മഫ്ഊൽ വേണം. വൈദ വാഅദന മൂസ 30 ലൈല, അല്ലേ? മൂസ അലൈഹിസ്സലാമിനോട് വാഅദ ചെയ്തു എന്നുള്ള 1 മഫ്ഊൽ. പിന്നെ 2 മഫ്ഊൽ. ഇതുപോലെ ലാ തുവാഇദൂഹുന്ന എന്നുള്ളത് 1 മഫ്ഊൽ, സിർറ് 2 മഫ്ഊൽ. അപ്പൊ സിർറിനെ വാഅദ ചെയ്യാൻ പാടില്ല. എന്താ സിർറ്? അതാ വലാകിൻ ലാ തുവാഇദൂഹുന്ന സിർറൻ ഫദ്കുറൂഹുന്ന, നിങ്ങൾ പെണ്ണിനെ ഓർമ്മിച്ചോ. വാദ്ഹിറൂ ലഹുന്ന റഗ്ബതക്കും, നിങ്ങളെ റഗ്ബത്തിനെ പ്രകടമാക്കി. അങ്ങനെ തസ്രീഹ് അല്ല, കിനായത്ത്. വലാകിൻ ലാ തുവാഇദൂഹുന്ന നിക്കാഹൻ, നിക്കാഹിന് വാഅദ ചെയ്യാൻ പാടില്ല. അപ്പൊ സിർറെന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കാഹാണ്. ഇവിടെ എന്തിന്റെ പെടിയുണ്ട്? സ്വന്തം തഫ്സീറുകാർക്ക് റദ്ദാണ്. സിർറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താണെന്നറിയോ? സബബ്, മുസബ്ബബ് പറഞ്ഞിട്ട് സബബ് ഉദ്ദേശിക്കുക. അവിടെ വത്ആണ് എന്ന ഉദ്ദേശം സിർറ്. നിക്കാഹ് പരസ്യം, ആലിനു ഹാദൻ നിക്കാഹ, ഈ നിക്കാഹ് നിങ്ങൾ പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞത്. അതിന് പിന്നില്ല ഒരു 3-4 ആളെ കൊടുക്കാൻ അറിയുന്ന വെച്ചിട്ട് പിന്നെ ആക്കുന്നുണ്ട്. മറ്റേ ഇങ്ങനെ പൂട്ടല പിയാപ്പളൊക്കെ മുട്ടുന്നുണ്ട്, കൊല്ലിനെ മുട്ടുന്നു. എന്തിനും മുട്ട്? ഞാൻ പുറപ്പെടുന്ന സ്ഥലത്ത് പോയാൽ എന്തെങ്കിലും ഒന്ന് പറയേണ്ടി വരില്ല. മൂകസാക്ഷിയായിട്ട് എനിക്ക് 2ഉം കഴിയൂല. ഞാൻ പോയില്ല. അല്ല, ഞാൻ ഹത്തീം കൊണ്ടിരിക്കണം. നിങ്ങൾ എന്തിനും മുട്ടിയെന്ന് നിക്കാഹ് സബബാണ്. നിക്കാഹിന്റെ ഉണ്ടായിത്തീരുന്ന കാര്യമാണ് സിർറായ വത്അ്. അപ്പം
അത് പറയാൻ പാടില്ല, വഅദ ചെയ്യാൻ പാടില്ല. അതാ താരീൽ മാത്രമേ നിങ്ങൾക്ക് എന്താക്കിയിട്ടുള്ളൂ, റുഖ്സ നൽകിയിട്ടുള്ളൂ, അതും മതിയാക്കി കൊള്ളണം. കണ്ട, നിക്കാഹിനെ തൊട്ട് സിർറ് എന്നാണ് ഇബാറത്തിട്ടത്, അവിടെ രഹസ്യം എന്നല്ല. എന്താണ്? ലിഅന്ന മുസബ്ബബഹു അല്ലദി ഹുവൽ വത്ഉ, നിക്കാഹ് സബബാണ്, അതിന്റെ മുസബ്ബബാണ്. ആ മുസബ്ബബ് സിറായതുകൊണ്ട് സബബിന് എന്താക്കി സിറിന് മുസ്ബ് വന്നതാണ്. ഓടാത്ത പറയണോ? അത് മിമ്മ യുസർറു ബിഹി, അത് രഹസ്യമാക്കപ്പെടുന്ന സംഗതിയാണല്ലോ. അതട്ടില്ല, വാഗ്ദാനം ചെയ്യാൻ വഅദ് മാത്രമല്ലേ വിവരിച്ചിട്ടുള്ളൂ. ഏതാ പറഞ്ഞത്? താരീന്ന് പറഞ്ഞാലോ, താരയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേറെ അർത്ഥമില്ലേ? നമ്മ മായിന്ന് പെട്രോൾ അടിച്ചിട്ടാ വരുന്ന താരിയിലാന്ന് ശരിക്കും പറഞ്ഞാല്. എന്താ താരിന്ന്? വണ്ടി ടാങ്കി നിറച്ച് വണ്ടിണ്ടെന്നാണ് നിങ്ങൾ വേറെ വാക്കിന്റെ അർത്ഥം. എന്റെ വരച്ച് ചോറുണ്ടെന്ന് വേറെ അർത്ഥമുണ്ട്. അതെ, സ്ത്രീയിലേക്ക് എത്തത്തക്ക രീതിയിൽ വലിയനുണ്ടാകാം. പിന്നെ അപ്പൊ ഒന്നും മുണ്ടിക്കൂടാന്നാണോ? ഖൗലൻ മഅറൂഫ് എന്നും ഉണ്ടാം. അതാ ഇല്ലാ അൻ തഖൂലു ഖൗലൻ മഅറൂഫാ, മഅറൂഫായ ഖൗല് പറയലല്ലാതെ. അപ്പൊ ഇസ്തിസ്നയില്ലേ, വലാ ലാ തുവാഇദൂഹുന്ന ഇല്ലാ അൻ തഖൂലു. അപ്പോ ഇസ്തിസ്ന മുത്തസില് മുൻഫസില് എന്ന് പറഞ്ഞിട്ട് രണ്ടുണ്ട്. ജാൽ ഖൗമു ഇല്ലാ പശു, ആദ്യം തന്നില്ല, പശു ഖൗമിൽ പെട്ടിട്ടില്ല, അവ മുങ്കത്തിയാണ് അല്ലേ? നാമസബിയു, കുട്ടികൾ കോമലിന് ഉറങ്ങി, കുട്ടികളെ ഒഴികയെന്ന് പറഞ്ഞു, കുട്ടികളുടെ കോമിൽപ്പെട്ടതല്ലേ ഇത്. അപ്പം സിദ്ധിനെ വഅദ ചെയ്യലും കൗലും മാലഭം പറയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇസ്തിസ്ന മുങ്കത്തിയാണ്. അതാ ഇസ്തിസ്ന മുഫർറഹുൻ. മുഫർറഹ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇനത്തിൽ പെട്ടിട്ടില്ലാത്തതാണ്. ഏത്? വഅദും വഅദ് ചെയ്യാനുള്ള വഅദ് ചെയ്യുക എന്നുള്ളത് ഒരു ഇനം പറയാണ്, കൗലും മാലഫ് പറയാം. അപ്പൊ എന്താക്കി മറ്റേത് വിരോധിച്ച് കൗലും മാലഫ് പറഞ്ഞോന്നും പറഞ്ഞു. ഇത്രന്നെ ഉള്ളൂ. അതെ, അത് പറഞ്ഞിട്ടില്ല, പറഞ്ഞ അത് ലാ തുവാഇദൂഹുന്ന, അതാ പറയുന്ന ഐ ലാ തുവാഇദൂഹുന്ന മുവാഅദതൻ ഇല്ലാ മുവാഅദതൻ മഅറൂഫതൻ ഗൈറ മുൻകറത്തിൻ ശർഅൻ. ഇത് നിങ്ങൾ മുബാഅദ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഏത് വഴിക്ക്? ഇല്ലാ മുബാഅദതൻ, അതാണ് ഇത്. ഇല്ലാ അൻ തഖൂലു ഖൗലൻ മഅറൂഫ. ആമിനായി. അതെന്താണ്? മഅറൂഫൻ എന്ന് പറഞ്ഞ അർത്ഥം കൊടുക്കുന്നത് മഅറൂഫത്തൻ ഗൈറ മുൻകറത്തിൻ ശർഅൻ, ശർഇൽ ഇൻകാർ വരാത്ത രീതിയിൽ. എനിക്ക് പെട്ടെന്നെല്ലാം തരുമെന്ന് പൈസ തരുമെന്ന് പറഞ്ഞാൽ എന്തായി? മറ്റേ ആയതല്ല, മുഖത്തിന്റെ വായന അതിൽ വരുന്നില്ല. അതും തന്നെ തൽവീഹ് തരീഖിന്റെ തരീഖിൽ കൂടി മാത്രം. നിന്റെ നഫക്കം മുഴുവൻ ഞാൻ തരും എന്ന് പറഞ്ഞാൽ എന്തായി മാറും? നിക്കാഹിലേക്ക് സൂചനയും പോകും. കാരണം ഒരാൾക്ക് ഒരാളെ നഫക്കം രൂപുണ്ടങ്ങനെ. അവിടെ തീർന്ന്. ഇനി നിക്കാഹിന്റെ തീരുമാനം എടുക്കാൻ പാടില്ല, ഇന്ന കഴിയുന്നത് വരെ തീരുമാനം എടുക്കാൻ പാടില്ല. നാഭാത്തിലായിരിക്കും. അതാ പറയുന്നത്. ഇത് മനസ്സിലായിട്ടില്ല. ولا تعزموا عقدة النكاح ولا تعزموا عقدة النكاح حتى يبلغ الكتاب أجله ولا تعزموا. عزم എന്ന് പറഞ്ഞാൽ എന്താ? العزم عبارة عن نكد القلب على فعل من الأفعال.
എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ മേലെ കൽബ് ഉറച്ചിരിക്കലാണ് അസ്മ എന്ന് പറഞ്ഞാൽ. ചെയ്യും ഒരു തോന്നിയിട്ട് ഇല്ലേ കൂടി കയറി അല്ലെ കൂടി കഴിഞ്ഞു പോകും, അതല്ല അസ്മ. ഇപ്പൊ അജിന് പോകാൻ വേണ്ട അസ്മിന് ഇപ്പൊ ഉണ്ട്, പോകുന്ന ആളല്ലോ. അതായത് നിങ്ങൾ പോണ്ടെന്ന് പറഞ്ഞാലും പോകും, ഉറപ്പിച്ചിട്ടുണ്ട്. ഇതേമാതിരി വഖദത്തുൻ നിക്കാഹ് ഉറപ്പിക്കാൻ പാടില്ല. എത്ര വരെ? ഹത്താ യബ്ലുഗൽ കിതാബു അജലഹു. കിതാബ് അജല് എന്ന് പറഞ്ഞാൽ അവധിയെ തന്നെ അർത്ഥം ഉണ്ടാവില്ല. എന്നല്ലാണ്ട് ഒരു കിതാബും ഒരു അജലും അങ്ങനെയല്ല ഉണ്ടാവില്ല. അതിന് നിശ്ചയിക്കപ്പെട്ട കാലാവധി. അതാ നിക്കാഹി. ഉഖദത്തുൻ നിക്കാഹിന്റെ തീരുമാനമുണ്ടല്ലോ, അത് തീരുമാനിക്കാൻ പാടില്ല. എത്ര വരെ? അത് മുദ്ദത്ത് കഴിയുന്നത് വരെ. ഒരു ദിവസം പോലും ബാക്കിയുണ്ടെങ്കിലും പറ്റൂല. ഇദ്ദയിലിരിക്കുന്ന പെണ്ണ് അതേത് ഇദ്ദയിലായാലും ആ ഇദ്ദന്റെ കാലയളവ് കഴിയുന്നതിൻ്റെ ഇടക്ക് മുഅ്തദ്ദത്തിന് തസവ്വുജ് പറ്റൂല എന്നായി പറഞ്ഞ വാക്കിന്റെ ഒട്ടാക സുരിക്ക സാധനം അതിന്റെ ഫിഖ്. ഇല്ലാ അന്നഹു നഹ അനിൽ അസ്മി. അസ്മിനെ തൊട്ടെന്താക്കി നഹി ചെയ്തു അല്ലേ? അപ്പൊ അസ്മ പോലും പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്തോന്ന്? നിക്കാഹ് ഒട്ടും പാടില്ല എന്ന് വരൂ. അപ്പൊ അതിനെ മുഖദ്ദിമ മുതലേ നിരോധിച്ചു. വലാ തഖറബു സിന വലാ തഖറബു മാലൽ യതീമി എന്ന് പറഞ്ഞവര് അടുക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞാൽ അവരോട് പോയില്ലേ? അതാണ് അന്നഹി അനിൽ അസ്മി അലാ അഖ്ദി നിക്കാഹി ലിൽ മുബാലഗതി ഫിൻ നഹി അനിൻ നിക്കാഹ്. നിക്കാഹിനെ തൊട്ട് വിരോധിച്ചത് മുബാലഗയോടുകൂടി ആവാണ്ടാണ്. എപ്പം ഫി സമാനൽ ഇദ്ദത്തിൽ ഒരു ഷൈഇന്റെ മുഖദ്ദിമാത്ത് നിരോധിക്കൽ എന്നുള്ളത് ആ ഷൈഇനെ നിരോധിക്കലിലേക്ക് എത്തിച്ചു. അവലുണ്ട്. എന്റെ വീട്ടിൽക്കാരണ്ടെന്ന് പറഞ്ഞാൽ ഗേറ്റ് പോലും കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അർത്ഥത്തിനായി. ഗേറ്റ് പോലും കടക്കാൻ പാടില്ല, പിന്നെ വീട്ടിൽക്കാരൻ അവലല്ലേ. നിങ്ങൾക്ക് ഓടാക്കുന്നുണ്ട് പറയണത് വെറുതെ ഇങ്ങനെ മോളിൽ കേട്ടിട്ട് നമ്മൾ എന്തോനും വെറുതെ ആവും. അവളെ മേലിൽ ഫർദാക്കപ്പെട്ട ഇദ്ദ അതിനവസാനം എത്തുന്നത് വരെയും നിക്കാഹിന്റെ തീരുമാനം എടുക്കാൻ പാടില്ല. അതിപ്പോ ചുരുക്കത്തിൽ ഇന്ന് പറഞ്ഞ മസാല എന്താന്ന്? അതിന്റെ ബാക്കി പറയൽ എന്നുള്ളത് തസ്രീഹുണ്ട്, അത് പാടില്ല. താരീഖുണ്ട്, അത് വെച്ചും അല്ലേ? നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ച് എന്നാലും വെച്ചും. പക്ഷെ നിക്കാഹിന്റെ മേലെ അറിയിക്കുന്ന വാക്കുകൾ വാഗ്ദാനം ചെയ്യാൻ പാടില്ല. അപ്പൊ നിക്കാഹ് ഒട്ടും നടത്തിക്കൂടാ. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് അല്ലാഹു തആല അറിയും എന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് മനസ്സിൽ? മിനൽ അസ്മി, അസ്മിനാല് അലാ മാ ലാ യജൂസു. അനുവദിക്കപ്പെടാത്ത കാര്യം അസ്മ ചെയ്തിട്ടുണ്ടോ? അപ്പൊ എന്താകും? അനുവദിക്കപ്പെടാത്ത കുറ്റമായ കാര്യം അസ്മ ചെയ്താൽ പിടികൂടുന്ന അതിലൊന്ന്. 5 സ്റ്റെപ്പുണ്ട്. ഒന്ന് വെറുതെ തോന്നല്, ഒരു വഹ്മ്, ഇതിനെ കൂടി കയറി അതിനെ കൂടി പോയി, അതെപ്പോ ഉണ്ടാവും. അതിനെന്തില്ല, ചോദ്യമില്ല. രണ്ടാമത്തെ ഹദീസിന്റെ പുസ്തകത്തിന് അവിടെ നിന്നിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ ആലോചനയില്ല. മൂന്നാമതൊന്നുണ്ടാകും, അസ്മുണ്ടാവും. അത് നമ്മൾ മറ്റേ കിതാബിൽ ഓതുമ്പോൾ വരും, നീയത്തിന്റെ വാതിൽ. അപ്പൊ ഇവിടെ അസ്മിനെ പറ്റിയാണ് താക്കീത് കൊടുത്തത്. മനസ്സിന്റെ ഉള്ളിൽ. അതെ. അപ്പൊ നിങ്ങളത് കാത്തു സൂക്ഷിക്കണം. അനിൽ അസ്മി ഇബ്തിദാഅൻ, തുടക്കത്തിൽ തന്നെ അസ്മ ചെയ്യാൻ പാടില്ല. ആ അസ്മ തഹഖുഖിന് ശേഷം അതിൽ പിൻവലിക്കലിനാലും അവ രണ്ടുണ്ട്. ഒന്ന് തീരെ തുടങ്ങാണ്ടിരിക്കുക, അല്ലെങ്കിൽ തുടങ്ങി തുടരെ പിൻവലിച്ചോളൂ. അല്ലാഹു തആല ഗഫൂറാണെന്നും നിങ്ങൾ അറിയണം. ആർക്കും ലിമൻ അസമ വലം യഫ്അൽ, അസ്മ ചെയ്ത് പക്ഷെ തെറ്റാന്ന് എന്താക്കി ചെയ്തില്ല. ഖാശിയത്തൻ മിനല്ലാഹി തആല, അല്ലാഹു തആലനെ പേടിച്ചിട്ട് ഒഴിവാക്കി. ഹലീമാണ്. ഹലീം എന്ന് പറഞ്ഞാൽ ലാ യുആജിലുക്കും ബിൽ ഉഖൂബ, ശിക്ഷ കൊണ്ട് പെട്ടെന്ന് അങ്ങ് ശിക്ഷിക്കൂല.
ഫജ്തനിബു അസ്ബാബൽ ഉഖൂബ, അതുകൊണ്ട് ഉഖൂബത്തിനെ ഉണ്ടാക്കുന്ന അസ്ബാബ് ഒഴിവാക്കണം. വഅമലൂ ബിമാ അമറകും ബിഹി റബ്ബുകും ജല്ല ജലാലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിച്ച കാര്യം കൊണ്ട് അമലും ചെയ്തോ എന്ന് പറഞ്ഞു. അല്ലെന്തെങ്കിലും ഉണ്ടാ? അത് തീർന്ന്. ഇനി പുരുഷന്മാരുടെ വക്കൽ നിന്ന് പെണ്ണിന് കിട്ടാനുള്ള അവകാശങ്ങളിൽപ്പെട്ട അവകാശമാണ് മഹർ എന്നുള്ളത്. പെണ്ണിൻ്റെതാണ്, ഉപ്പാൻ്റെതല്ല. ഇപ്പം പറഞ്ഞ എന്നോട് നല്ല മസാല പറഞ്ഞു തീർന്നതിന് ശേഷം എന്നാന്നോലോ അപ്പം ബദറുവെല്ലാം പറഞ്ഞു അബൂജഹലിനോടത്തോ എന്ന് ചോദിച്ചാൽ ഓ മക്കത്തുണ്ട് എന്ന് പറയും. ബദർ ഈശ്വരേശം പറയാം. എന്നിട്ട് അബൂജഹൽ എന്തായി? അപ്പം ഓ മക്കത്തുണ്ട്. അബൂജഹലിനെ കുഴിച്ചിട്ട് ഇങ്ങനെ എന്തെല്ലോ ജനിച്ചു വെച്ചിട്ടുണ്ട്. മഹറാജെന്ന് അല്ല, അതെങ്കിലും തിരുത്തട്ടെ. നമ്മുടെ ഉള്ളിൽ പാമ്പുണ്ട്. പെണ്ണിന്റെ അവകാശമാണ് അത് ചുരുക്കാൻ ഉപ്പാക്ക് പോലും അധികാരമില്ല. ഉപ്പാന്റെ അവകാശം ഉപയോഗിച്ച് ചുരുക്കി കഴിഞ്ഞാൽ ഉപ്പ വെച്ചു കൊടുത്തോളണം. ഉപ്പയായതുകൊണ്ട് എന്താക്കൂല, അതിന് നടപടി എടുക്കൂല. ഉപ്പെങ്കിലും ഒന്ന് 100 നോക്ക് കിട്ടേണ്ടത് നോക്ക് മഹറുണ്ടെങ്കിൽ ഉപ്പ 90 10 റുപ്യ ഉപ്പ തന്നാൽ മതി. ഉപ്പ കിടക്കാൻ ഇപ്പം ചർച്ച ചെയ്യാം. മഹർ കാരണം എന്താന്ന് ഇപ്പം 40 കൊല്ലം കൂടി കയറിയായിരിക്കും കാരണം അന്ന്. ഒന്നിക്ക് തൊപ്പിയിലെന്നാൽ കോളാമ്പി നിറക്കാൻ, അല്ലെങ്കിൽ ഊതിയിട്ട് മുക്കിനമ്പാലും പുകയറ്റാൻ. ഇത് മഹറും വാങ്ങി കീസിലിട്ട് ഒറ്റ പോക്ക്. നിങ്ങളെ മേലിൽ ജുനാഹ ഇല്ല എന്ന് പറഞ്ഞാൽ ആ മഹർ ഇവിടെ ജുനാഹിന്റെ മാന മഹർ എന്നാണ്. മഹർ ഹുജൂബില്ല പറയണ പെണ്ണിന്റെ ഭാഗത്തുനിന്ന്. പെണ്ണ് പറയില്ലെങ്കിൽ പെണ്ണിന്റെ ഭാഗത്തുനിന്ന് വരണം. അതിനല്ല വലിയ നിർത്തിയിനി. മഹർ മിസിൽ എന്നിട്ടൊന്നുണ്ട്, മുസമ്മാന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. മിസിൽ എന്ന് പറഞ്ഞാൽ ഓളപ്പോലത്തെ യോഗ്യത ഇതെല്ലാം ആൾക്ക് അപ്പറിപ്പറെല്ലാം കിട്ടീന് ഇത്രയാണ്. അതാണ് മഹർ മിസിൽ. ഇനി ഓള് സമ്മതിക്കുന്നു ഇത്ര ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ അപ്പം എന്താണ് അവിടെ 3 സ്റ്റേജ് വരും. ഒന്നെങ്കിൽ മഹർ മിസിന് തുല്യമാകും, അല്ലെങ്കിൽ ഏറെയാകും, അല്ലെങ്കിൽ കുറഞ്ഞിരിക്കും. ഓളം ബെട്ടത്തിനുള്ളിൽ എന്നാലും മിസിനെ കണക്ക് കുറക്കാൻ മറ്റുള്ള അധികാരിയില്ല. ഓള് പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ പെണ്ണാണ്. ആന്തിന് നിർബന്ധത്തിന് വഴങ്ങാതെ കണ്ട് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാലും പൊരുത്തം മാറ്റാനും പൊരുത്തം. എനിക്ക് പൊന്നാ തരാൻ പറഞ്ഞു വെള്ളി തന്നാൽ മതി എന്ന് പറഞ്ഞു പറ്റും. പൊന്നാന്നല്ല എനിക്ക് ചുരി തന്നാൽ മതി എന്ന് പറയുന്നു, എന്നാലും പറ്റും. ഒന്നും വേണ്ട, ഓരോ ദിവസേനം അത് കയറി ഇറങ്ങിയിട്ട് സലാം പറഞ്ഞ് പോയാൽ മതി എന്നാണെങ്കിൽ അങ്ങനെയാണ്. എല്ലാം ഉള്ള അധികാരം. അപ്പൊ ഒന്നെങ്കിൽ മുസമ്മ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മഹർ മിസ്ലിനാക്കണം കുറയാനും പറ്റില്ല. അപ്പൊ കണ്ട ലാ ജുനാഹ അൽ മുറാദു മിനൽ ജുനാഹി ഫീ ഹാദിഹിൽ ആയത്തി. ഈ ആയത്തിൽ നിന്ന് തന്നെ എല്ലാ സ്ഥലത്തും ലാ ജുനാഹിന്റെ മാന അങ്ങനെയല്ല. ഈ ആയത്തിൽ വുജൂബുൽ മഹരി. അപ്പൊ ലാ ജുനാഹ അലൈക്കും എന്ന് പറഞ്ഞാൽ ലാ യജിബുൽ മഹ്റൂനായി. ലാ തജിതബിഅത മിൻ മഹരിൽ. മഹറിനാൽ നിങ്ങളോട് ചോദിച്ചു വരേണ്ട ഒന്നും ഉണ്ടാവില്ല. അപ്പം എന്തുണ്ടാകും? തീരെ ഇല്ലാത്ത സാഹചര്യമുണ്ട്, മുഴുവനും കൊടുക്കേണ്ട സാഹചര്യമുണ്ട്, പകുതി കൊടുക്കേണ്ട സാഹചര്യം വരും. ഇങ്ങനെ 2-3 ചുറ്റുപാട് വരും. അതാണ് എപ്പോൾ ഇൻ തല്ലഖ്തുമുൻ നിസാഅ മാ ലം തമസ്സുഹുന്ന. അതാ നിങ്ങൾ പെണ്ണുങ്ങളെന്താക്കി തലാക്ക് ചൊല്ലി, എന്നിട്ടോ ഓളെ സ്പർശിച്ചിട്ടൊന്നുമില്ല, കാണുന്നത് മാത്രം കഴിഞ്ഞ് വഫാത്തിന്റെ ഇതല്ലേ, അത് വേറെ. ഇത് തലാക്കാണ്. ഓളെ തൊട്ടിട്ടുമില്ല. എന്നാന്നുണ്ട് നിക്കാഹ് നടന്നിട്ടുണ്ട്, പിന്നെ ദുഖൂലുണ്ടായിട്ടില്ല. അതോടെ അല്ല ഇന്നത് കൊടുക്കാമെന്നൊരു നിശ്ചയം വെച്ചിട്ടുമില്ല. ഏത് അത് ഫിറാക്ക് വന്നു കഴിഞ്ഞാൽ ആ പകുതിനെ മസാല പറയുന്നുണ്ട്. മറ്റൊന്ന് ചില ഫിഖ് ഹനഫി മദ്ഹബായിരിക്കും പറയാന്നേ. അപ്പൊ പെണ്ണിന്റെ ഭാഗത്തു നിന്നാണ് പിരിച്ചിട്ടുണ്ടായെങ്കിൽ പകുതി കിട്ടൂലല്ലോ. മാലം തമസ്സുഹുന്ന ഗൈറ മാസീന ലഹുന്ന മുജാമിഈന. അതായത് തൊടലുണ്ടായിട്ടില്ല, മുജാമഅത്തും ഉണ്ടായിട്ടില്ല.
ഔ തഫ്രീദൂലഹുന്ന അതിൻ്റെ മുകളിൽ മാനം തമസ്സുഹുന്നാണ് അത്തഫ്. അപ്പൊ ഇവിടെ നിന്നുണ്ട് മസ്സും ഇല്ല ഫരീദത്തും ഇല്ല. ഐ ഇല്ല അൻ തഫ്രീദൂലഹുന്ന ഇൻദൽ അഖ്ദി മഹ്റൻ, അഖദിന്റെ നേരത്ത് ഇന്നത് മഹറാക്കി കൊടുക്കാം എന്നൊരു നിശ്ചയം വെച്ചിട്ടുമില്ല. അപ്പം എന്തായി, കംപ്ലീറ്റ് പോയി. വൽ മാന ലാ തബിഅത അലൽ മുതല്ലിഖി ബിമുതാലബത്തിൽ മഹ്രി അസ്ലൻ, മഹറിന് ആ പിടികൂടൽ കൊണ്ട് മുതല്ലിഖിന്റെ മേലിൽ എന്താക്കൂല, നമ്മോണെ ചോദിച്ചു വരൂല. അത് കൊടുത്തിട്ടില്ല എന്ന് കൊടുക്കാനുണ്ടെങ്കിൽ ചോദിച്ചു വരുമല്ലോ, ഇന്നത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. എപ്പോൾ ഇതാക്കാന തലാഖു ഖബലൽ മസീസ്, തലാഖ് മസീസിന്റെ മുമ്പാണെങ്കിലും ഇല്ലാ ഫീ തസ്മിയത്തിൽ മഹരി, അതായത് ഔ തഫ്രീദു ലഹുന്ന ഫരീദാൻ, മഹർ തസ്മിയത്താക്കിയാൽ ഒഴികെ. ഫഇന്ന അലൈഹി, അങ്ങനെ വരുമ്പോൾ ഹീനൈദ് നിസ്ഫൽ മുസമ്മ, മുസമ്മാനെ നിസ്ഫ് കൊടുക്കണം. അത് ഷാഫി മദ്ഹബല്ലേ പറയുന്നത്. അതാ വഅമ്മ ഇദാ കാന ബഅദൽ മിസാസ്, മിസാസിന് ശേഷമാണോ ഫഅലൈഹി തമാമുൽ മുസമ്മ, മുസമ്മ മുഴുവനും കൊടുക്കണം. ചുരുക്കത്തിനായി ദുഖൂല് മഹർ മുഴുവനും വാജിബാകാനുള്ള കാരണമായി. ഇതുപോലെ വയ്യ പറയുന്നുണ്ട്, രണ്ടാളൊരാളെ മരിച്ചു പോയാലും മുഴുവനും കൊടുക്കണമെന്ന്. അത് ദുഖൂലിന്റെ സ്ഥാനത്ത് വെച്ചെന്ന് പറയുന്നു. ഇനി ആഴ്ത്തൂഹുന്ന, അവർക്ക് കൊടുക്കണം. ഏത്, ഈ മുത്തല്ലഖത്തായ പെണ്ണിന്. മാ യതബല്ലഗ്ന വയസ്തഫിഅന ബിഹി, അവൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെത്തുന്ന നഫ്ഉള്ള കാര്യം കൊടുക്കണം. എന്നുവെച്ചാലോ ഒരു കൂട്ട് വസ്ത്രമോ, അതെന്തല്ല മഹറല്ല, അതിനാ മുത്തഅത്ത് കൊടുക്കൽ എന്ന് പറയുന്നത്. എന്തെങ്കിലും പ്രസന്റേഷൻ കൊടുക്കൽ. വൽ ഹിക്മത്തു ഫീ ഇജാബിൽ മുത്തഅത്തി ഈ വമത്തിഊഹുന്ന, ഒന്നും കിട്ടുന്നില്ല. മുത്തഅത്ത് വാജിബാക്കാനുള്ള ഹിക്മത്ത് ജബറുൽ ലിമാ വഹശഹ സൗജു ബിത്തലാഖി, തലാഖ് കൊണ്ട് ഭർത്താവ് ഉണ്ടാക്കിയ ആ മനക്ലേശമുണ്ടല്ലോ, അതിന് പരിഹാരമാക്കാൻ വേണ്ടിയിട്ടാണ്. ബഹുവ എന്താ ഈ മുത്തഅത്തില് ദിർഉൻ, ഒരു കുപ്പായം, വൽ മിൽഹഫത്ത്, ഒരു പുതപ്പ്, വഹിമാറുൻ, ഒരു തട്ടം, ഇതെല്ലാം കൂടെ ആക്കിയ ഒരു സെറ്റ്, ഒരു ജോഡി വസ്ത്രമായാലും മതി. അതിന്റെ കണക്ക് പറയും ഇങ്ങനെ: അലൽ മൂസിഇ ഖദറുഹു വഅലൽ മുഖ്തിരി ഖദറുഹു. മൂസി എന്ന് പറഞ്ഞ സാമ്പത്തിക വിശാലതയുള്ള ആള്, അല്ലദീ ലഹു സഅത്തുൻ, വിശാലതയുണ്ട്. ഖദറുഹു എന്ന അതിന്റെ ഖദർ. അപ്പൊ ഇവനിക്കിന്റെ കഴിവിന്റെ നോക്കിയിട്ടാണ് കൊടുക്കുക. ഖദറുഹു എന്ന് വെച്ചാൽ ഇംകാനുഹു വതാഖത്തുഹു, അവനിക്ക് എത്ര കഴിയും, അവന്റെ താക്കത്ത് എത്ര ഉണ്ട്, അത് കൊടുക്കുക. വാനൽ മുഖത്തിര് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടൊരു വ്യക്തിയാണ് അത്, ഈ ആണ്. അവാലൽ മുഖല്ലിൽ ലയ്യക്കിൽ ഹാലി, ഹാല് ലയ്യക്കായ മുഖല്ലിന് ഖദറുഹു, അതിന്റെ ഖദർ കൊടുക്കണം. പറയുന്നുണ്ട്, നിർബന്ധം തന്നെ. ഫൽ മുത്അത്തു മുഅ്തബറത്തുൻ ബിഹാലിഹി, അപ്പൊ ഈ മുത്തഅത്തിന്റെ കണക്ക് തീരുമാനിക്കേണ്ടത് ഇവന്റെ സാമ്പത്തിക ശേഷി ഇതല്ലാണ്. ലാ ബിഹാലിഹ, ഓള യോഗ്യത അല്ല ഇവിടെ നോക്കുന്നത്. അതല്ല തങ്കുസു അൻ ഖംസതി ദിർഹമ, 5 ദിർഹമിനേക്കാണ് കുറക്കണ്ട. വലാ തുസാദു ലാ നിസ്ഫി മഹ്റിൽ മിസ്ലിനെ കാണാൻ പകുതിനെ കണക്കൂട്ടുണ്ട്. മഹ്റിൽ മിസ്ലിനെ നിസ്ഫല്ലേ സാധാരണ അവർ അവകാശമായിട്ട് വരിക. അപ്പൊ അത്ര വരെ ഏറിയാൽ എന്താകും, സാധാരണ അധികാരത്തിനെ കാണാൻ കൂടിപ്പോയല്ല. അതിന് മതാഅൻ എന്നുവെച്ചാലോ തംതീഅൻ മുതബിസൻ ബിൽ അബ്ദി മഅറൂഫ്, മഅറൂഫ് ബിൽ വജ്ഹി അല്ലദീ യസ്തഹ്സിനുഹു ശറഉ വൽ മുറൂവ, ശറഉം മുറൂവത്തും അതിന് അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു മഅറൂഫ്, അത് പ്രത്യേക നിശ്ചയം പറയാൻ കഴിയില്ല. ഇത് ഹക്കൻ അലൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്ന ആളെ മേലിൽ ഹക്കാകുന്നു. അശബ ചോദിച്ച ചോദ്യത്തിന് ഉത്തരതാ. ഹക്കൻ ഐ മതാഅൻ വാജിബൻ, വാജിബായ മതാഅാണ് മുഹ്സിനീങ്ങൾക്ക്. അല്ലദീന യുഹ്സിനൂന ഇലാ അൻഫുസിഹിം, ഓരോ സ്വന്തം യുഹ്സിനൂനക്ക് എന്ത് വേണോ, മഫ്ഊൽ വേണോ. ഹസന എന്ന് പറഞ്ഞതിന് ശേഷം മഫ്ഊൽ സങ്കല്പിക്കണ്ടേ. ഓരോ സ്വന്തം തടിക്ക് ഹിസാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് കൊടുക്കട്ടെ, എന്നുകൊണ്ട് ഇതിന്റെ കൂലി കിട്ടും. ബിൽ മുസാറഅത്തി ഇലൽ ഇംതിസാൽ, ഇതിവിടെ പറഞ്ഞു കൊടുത്തോളം പറയാം. ഏലം അന്നലിൽ മുതല്ലഖത്തി 4 ഹാലാത്തി, മുതല്ലഖത്തായ പെണ്ണിന് 4 ഹാലത്തുണ്ട്. അൽ ഊല അൻ തകൂന ഗൈറ മംസൂസ വലം യുസമ്മ ലഹാ മഹ്റൂൻ, മസ്സു ഉണ്ടായിട്ടില്ല, ഒരു നിശ്ചിത സഹ കൊടുക്കാമെന്ന് മഹർ ചർച്ച ചെയ്തിട്ടേ ഇല്ല.
ഒന്ന്. അതാണ് ഒന്നാം സൂറത്ത്. ഇവിടെ മാലം തമസ്സുഹുന്ന ഔ തഫ്രീദൂലഹുന്ന, ആ തഫ്രീദുൽ ലമ്മാടിയും കിടന്നില്ലേ, അതുകൊണ്ടല്ലേ നൂല് പോയത്, രണ്ടും ഇല്ലാത്തത്. അപ്പൊ ഒന്നാം സൂറത്ത്. വസ്താനിയത്ത് രണ്ടാമത്തത് അന്തകൂനം മംസൂസത്തൻ വസുമ്മിയൽ, രണ്ടും ഉള്ളത്, മസ്സും ഉണ്ട് തസ്മിയത്തും ഉണ്ട്. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. വസ്താലിസത് മൂന്നാമത്തേത് അന്തകൂനം മംസൂസത്താണ്, വലം യുസമ്മലഹ, മുസമ്മ ഇല്ല. അപ്പൊ ഒന്നുണ്ട്, ഒന്നില്ല. വറാബിയത്തു അന്തകൂന ഗൈറ മംസൂസത്തിൻ വസുമ്മിയലഹ, മംസൂസത്തല്ല പക്ഷേ തസ്മിയ. ഇപ്പൊ പറഞ്ഞില്ലേ ഇവിടെ വറഫ്ഉൽ ജുനാഹി ബിമഅന നഫിയിൽ മഹിരി, മഹർ വേണ്ട എന്നുള്ള അർത്ഥത്തിലുള്ള റഫ്ഉൽ ജുനാഹ് ഉണ്ട്. അതിനോട് ഈ ആയത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് വലാ ജുനാഹ്, സഫാ മർബന തവാഫിൻ സഈന്റെ അടിമണ്ട് ലാ ജുനാഹ് ഉണ്ട്. അവിടെ അല്ല ഉദ്ദേശം. ഈ പ്രത്യേക ആയത്തിൽ നഫിയുൽ മഹർ എന്ന അർത്ഥത്തിലുള്ള റഫ്ഉൽ ജനാഹ് ഉണ്ടല്ലോ, അത് ഇന്നമാഹു ഫി സൂറത്തിൽ ഉല, ഒന്നാമത്തെ സൂറത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും ഒന്നിക്കൽ പകുതി കൊടുക്കണം, അല്ല ദേശം കൊടുക്കണം. ലാ ഫിൽ ബവാഖി മിന സുവരി സലാസി, മൂന്ന് സൂറത്തിൽ ബാക്കി മൂന്നെണ്ണത്തിൽ വരൂല. ഫഇന്ന ഫിഹാ വുജൂബൽ മഹരി, അവിടെ മഹറിന്റെ വുജൂബ് വരും, ഒന്നിക്കൽ പകുതി വരും, അല്ലെങ്കിലോ ഫുള്ളായിട്ടും വരും. ദുഖൂൽ ഉണ്ടാകുന്ന ഫുള്ള് തന്നെ, ഒന്നും ചിന്തിക്കണ്ട. ഇനി ആയത്തിൽ പറയുന്നതാ വഇൻ തല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുൻ, മസ്സിന്റെ മുമ്പായി കൊണ്ട് തലാഖ് ചൊല്ലി അല്ലേ. എത്തരത്തിൽ വഖത് ഫറൽതും ലഹുന്ന ഫരീള, അവർക്ക് ഒരു ഫരീളത്ത് തീരുമാനിച്ചിട്ടുമുണ്ട്. ഇത് എത്രാമത്തെ സൂറത്താന്ന് നോക്കിയിട്ട് നേരത്തെ മസ്സില്ല, മിൻ ഖബ്ലിയല്ലേ, വഖത് ഫറൽതും. അപ്പൊ ഏതുണ്ട്, അപ്പൊ നമ്മുടെ സൂറത്ത് നോക്ക്, ഗൈറു മംസൂസത്തിൻ വസുമ്മിയ ലഹാ എന്നായി അല്ലേ. ഇവിടെ മിൻകബല് മസ്സില്ല, മസ്സില്ല ഫരീലത്തുണ്ട്. അത്രാമത്തെ സൂറത്ത് പറ, മൂന്നോ നാലാ? അന്തകൂന ഗൈറ മംസൂസത്തിൻ, അതാണ് മിൻകബലൻ തമസ്സുഹുന്ന. പിന്നെ വസുമ്മിയല, അപ്പൊ നാലാമത്തെ സൂറത്ത് വഇൻ തല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലിൽ മസീഹി, മസീസിന്റെ മുമ്പായി തലാഖ് ചൊല്ലി. ഹാല കൗനിക്കും, ഇപ്പോൾ നിങ്ങളായ അവസരത്തിൽ, അതാണ് വഖദ് ഫറൽതും, ആ ജുംല ഹാലാന്ന്. ലഹുന്ന ഇൻദൻ നിക്കാഹിന്റെ സമയത്ത് ഒരു മഹർ തീരുമാനിക്കാൻ വെച്ചാൽ ഫനിസ്ഫു മാ ഫറൽതും, അപ്പോ ഒരു പൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അരപ്പൗണ്ട് കൊടുക്കണം. ഫനിസ്ഫു മാ ഫറൽതും ഐ ഫലഹുന്ന നിസ്ഫു മാ സമ്മൈതും ലഹുന്ന മിനൽ മഹർ, മഹറിനാല് നിങ്ങൾ തസ്മീത്തിൽ പറഞ്ഞതിന്റെ പകുതി കൊടുത്തോളണം. അത് നിശ്ചയിച്ച വാങ്ങിയില്ലേ. പകുതി സാക്കിത്തായത് എങ്ങനെ ദുഹൂലിലേക്ക്. പക്ഷെ അവിടെ എന്തുണ്ടെന്നറിയോ, ഇത് നേരത്തെ പറഞ്ഞതിലെല്ലാം പെട്ട്, ഈ മസാലയും പെട്ട്, 4 സൂറത്തിലും പെട്ട് കഴിഞ്ഞ്. പക്ഷെ ഇതെടുക്കുന്ന ഈ പകുതി ഉണ്ടല്ലോ, ഈ പകുതി ഭർത്താവിന് പകുതി പെറി കിട്ടി, പെണ്ണിന് പകുതി കിട്ടിയല്ലോ. ഇവിടെ ഒരു ഒത്തുതീർപ്പിന്റെ ചർച്ച ഉള്ളത് കൊണ്ടാണ് അത് പ്രത്യേക മസാല എടുത്തു പറയുന്നത്. ഈ അരയുണ്ടല്ലോ, അര പെണ്ണ് പറയുന്നത് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ മുഴുവനും ഭർത്താവിന് കിട്ടും. എല്ലാ ദേച്ചിരിക്കട്ടെ എന്ന് ഭർത്താവ് പറഞ്ഞാൽ മുഴുവനും പെണ്ണിന് കിട്ടി. ഇങ്ങനെയുള്ളൊരു സൂറത്ത് അവിടെ ഉള്ളത് കൊണ്ട് ഇത് പ്രത്യേക മസാല എടുത്തതാണ്. അത് പെണ്ണിന്റെ കാരണത്താൽ പെണ്ണാ പറയുന്നത് ഞാൻ കൊടുത്തിട്ട് പോകണമെന്നല്ല, ഓള് കുറ്റങ്ങൾ അടിച്ചത്. അതെ, പക്ഷെ മസ്സിന് ശേഷമാണെങ്കിൽ മുഴുവനും വരിക, അത് മുത്തലക്കാൻ ആരെ കാരണം അല്ലെങ്കിൽ തയ്ച്ചു കൊടുക്കണം. രണ്ടാമത്തതാ. ഒന്നാമത്തത് നിക്കാഹ് മാത്രം ചെയ്തതിന് ദുഹൂലും ഉണ്ടായിട്ടില്ല, ഒന്നും തരാതെ പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ചായയും കുടിച്ചിട്ട് സമൂസയും തിന്നിട്ട് പോയിന്, കടുപ്പുള്ള ചായയും കുടിച്ച് സമൂസയും തിന്ന് പിന്നെ വെറുതെ മുട്ട പപ്സ. നിങ്ങളെ എന്നിട്ട് പറയാൻ നിക്കാഹ് സഹിയാവൂലേ? നിക്കാഹ് സഹിയാവാനുള്ള ഷർത്തല്ലല്ലോ.
പക്ഷെ എന്തുണ്ട് ചില സ്ഥലത്തുണ്ടാവുമോ ഈ ബാല്യകർത്തായ അല്ലാത്ത പെണ്ണിനെ പോയത്തക്കാരിയായ പെണ്ണിനെല്ലാം കെട്ടിക്കുന്ന അവസരത്തിൽ മഹർ പറയണം. എന്തിനാന്ന് ബയ്യത്തലിക്കും തോപ്പിക്കാതിരിക്കാൻ സദസ്സിൽ അറിയണം. അല്ല അത് തീരെ ഇല്ലാത്തൊന്ന് ബാക്കി 3 എണ്ണത്തിനും വേണം. ആദ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട. അപ്പം മുസമ്മിയായി. അതെ, ഈ സാധനം അല്ലെങ്കിൽ മാല തൂക്കം പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സാധനം അയ്യൻ എന്ന് പറയുന്നത്. അല്ലെ 5 പേണെന്ന് പറഞ്ഞാൽ ഭിമ്മത്തിലാണ്ടാണ്. ഇതല്ലെങ്കിൽ വേറെ 5 പേണായിരുന്നല്ലേ, 5 കോയിനാന്ന് എടുക്കില്ല. ഈ സാധനം എന്ന് പറയുമ്പോൾ മായ്യനാണ്. അതിനാ മായ്യൻ. അതെ, സാധാരണ അത് ഉണ്ടാക്കില്ലേ. അല്ലെങ്കിൽ 5 പേണെന്ന് പറഞ്ഞാൽ 5 കോയിൻസായാലും മതി, 2.5 കോയിൻസായാലും മതി. 5ൻ്റെ അളവത്തേ കൊണ്ടു. ഈ സാധനം എന്ന് പറഞ്ഞാൽ മായ്യൻ. ഇനി ഇത് മാറ്റണമെങ്കിൽ പെണ്ണിന് സമ്മതം വേണം. അധികം കൊടുക്കുന്നത് കൊടുത്തോ. അപ്പൊ അധികം കൊടുക്കുക എന്താന്ന് ചിന്തിക്കണോ, അത് മഹറാണോ, അങ്ങനെയാണ് ഓളാവകാശം. എല്ലാം നിങ്ങൾ തൽക്കാലം അവിടെ കേമപ്പടിയെന്ന് പറഞ്ഞാണെങ്കിൽ വധിയത്താണ്. അത് പെണ്ണിന് സമ്മതം ഉണ്ടാകാൻ പറ്റും. പക്ഷെ അധികം ഉള്ളത് എന്താണ്, ഈ അധികം ഉള്ളത് ഇത് അവിടെ വെക്കുക എന്ന് പറഞ്ഞാൽ ഈ അവിടെ വെക്കുന്നതിന് സൂക്ഷിച്ചു വെക്കുക എന്നാണോ, അല്ല നിങ്ങൾക്ക് ഫ്രീ ആയി തന്നാണോ? എന്നിട്ട് വേണ്ട ബയ്യെ തിരിച്ചു വയ്ക്കാണ്. അവകാശത്തിലെല്ലാം പ്രശ്നമാവും. ഏതിപ്പോ ഈ 5 പവനോടെ കൊണ്ടുവച്ചെടുത്താൽ പിന്നെ അത് 5 പവൻ മുസമ്മയായി. ആ മുസമ്മയാകുമ്പോൾ നിങ്ങൾക്ക് മഹർ മിസ്ലിനോട് തുല്യമാവാം, അല്ലെങ്കിൽ ഏറിയിട്ടുണ്ടാവാം, കുറഞ്ഞിട്ടുണ്ടാകാം. അത് ഉപ്പയാതുകൊണ്ട് മറ്റുള്ള ആള് ഗൈറ് മുജിബറായ വരികയാണെങ്കിൽ മഹർ മിസ്ലി ഓളെ സമ്മതം ഇല്ലാണ്ട് കുറക്കാൻ പറ്റൂല. ഉപ്പാക്ക് സമ്മതം ഇല്ലാണ്ട് കുറക്കാം, പക്ഷെ ഉപ്പത്തരവധിയാണ്. അത് ഉപ്പയായതുകൊണ്ട് ഉപ്പാതെ വീട്ടുപ്പ പറഞ്ഞത്. അതിന് കുറേ നിബന്ധന ഉണ്ട്. ഓളെ 1ാമത്തെ നിക്കാഹായിരിക്കണം. അപ്പൊ 2ാമത്തെ പുനർവിവാഹമാണെങ്കിൽ പറ്റൂല, ഇജ്ബാർ പോയി. ഇനി ഉപ്പി ഓളും തമ്മിൽ കുഴപ്പമുണ്ടാകാനും പാടില്ല. അന്നെന്താക്കും, ഓളാ ഉപ്പ ശിക്ഷിച്ചേക്കൂന്ന് പേടിച്ച് പ്രതികാരത്തിനേറ്റ് ഓളും ഭർത്താവും തമ്മിൽ കുഴപ്പമുണ്ടാകാൻ പാടില്ല. ബന്ധോപക്ഷത്തിന് മുമ്പ്. പിന്നെ കുഫത്തെ ആളെ ഇരിക്കുകയും വേണം. 5 നിബന്ധന നോക്കണം ഇജ്ബാറുണ്ടാകണമെങ്കിൽ. അപ്പൊ ഇവിടെ എന്താക്കണം, വിട്ടുവെച്ച് ചെയ്യുന്ന 2 പള്ളക്കും ആകാന്ന്. ഇല്ല അതാ അജ്ല രണ്ടിൽപ്പെട്ട ഒരാള് മരിച്ച് കമല ദുഖൂലിന്റെ മുമ്പായിട്ട് മരിച്ച്. അപ്പൊ ഏതായാലും മസില്ല കൊല്ലും വുജൂബാണ്. കാരണം അന്നൽ മൗത്ത് കദ്ദുഖൂലി, മൗത്ത് ദുഖൂലിന്റെ സ്ഥാനത്താണ്. എന്ത് വിഷയത്തിൽ? ഫീ ഇജാബിൽ മഹർ, മുഴുവനും വാജിബാകുന്ന വിഷയത്തിൽ. ഇല്ല യാഫൂന എന്ന് പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ പെണ്ണ് പൊരുത്തപ്പെടുക, എനിക്കൊന്നും വേണ്ട എന്ന് മുഴുവനായി കിട്ടി, ഭർത്താവിന് കിട്ടി. ഒരു പെണ്ണ് കൊടുക്കാൻ തീരുമാനിച്ച അരിയല്ല ഇപ്പം പറയുന്നത്. ആരാ പെണ്ണ് പൊരുത്താക്കി എന്നാ തേച്ചു ആയിരിക്കും പുയ്യാപ്പള കിട്ടി. പുയ്യാപ്പള പൊരുത്താക്കി എന്നാന്താക്കി മുഴുവനും പെണ്ണിന് കിട്ടി. നീതിന്യായ പ്രകാരം പകുതിയും എന്നാ പൊരുത്തപ്പെടാൻ നല്ലതാരാന്ന് എനിക്കല്ല. അല്ല പൈസയും കോപ്പം തന്നെ പെണ്ണിന് പൊരുത്താക്കിക്കോളൂ, സാധു വന്നാ അല്ല ഇടപെടുന്നു. ഇല്ല ആ പെണ്ണുങ്ങന്മാർ പൊരുത്താക്കിയാലൊഴികെ ഇല്ല ഫീഹാരി അഫവിഹിന്ന, ആ പെണ്ണുങ്ങന്മാർ അഫവാക്കുന്ന കോലത്തിലൊഴികെ അത് ഹിന്നല്ല അൽ മുതല്ലഖാത്ത്, ആ തലാഖ് ചെല്ലപ്പെട്ട പെണ്ണ്, അതെല്ലാം വേറെ ഏതോ പെണ്ണല്ല. അപ്പൊ എന്താക്കുന്നറിഞ്ഞോ, ഹീനെ ബിംബാദ വുജൂബിന് ശേഷം സാക്കിത്തറിയാണ് മുഴുവനും. അപ്പൊ ആ പകുതി എന്താക്കി, ഭർത്താവിന് പെണ്ണ് കൊടുത്ത സ്ഥാനത്തായി. അല്ലെങ്കിൽ ഒരാൾ പൊരുത്താക്കാബിയദിഹി, അവന്റെ കീഴിലാണ് ഉഖദത്തുന്നിക്കാഹുള്ള ഭർത്താവ്. അപ്പൊ ആരല്ല കമ്മിറ്റി പ്രസിഡന്റും അല്ല, കാരണവറും അല്ല. പിന്നെ കാരണവരാണെങ്കിൽ തുമ്മാന്ന് വന്നിട്ട് പോയിക്കൂടാ, അവിടെ അതാക്കാൻ ഇതാക്കാനും അത് കയറിയില്ല. ഉഖദത്തുന്നിക്കാഹിന്റെ ആളാരാന്ന്? ഇവനാണ്. ഓന്റെ കയ്യിലാണ് ഉഖദത്ത് എന്ന് വെച്ചാൽ കബൂൽ ചെയ്യാനും അത് തലാഖ് കൊണ്ടോ കൊല്ലുകൊണ്ടോ ഒഴിവാക്കാനുമുള്ള പരമാധികാരി ആര്? വേറെളല്ലോ.
ഐ യതുറക സൗജു, ഈ അല്ലദീനെ അത്ത പറയുന്നത് സൗജ് അൽ മാലിക് ലി അഖദിഹി വഹല്ലിഹി, നിക്കാഹ് അഖദാക്കാനും കെട്ടയ്ക്കാനും അധികാരമുള്ള ആ ആ ഭർത്താവാണ് ആര് അല്ലദീ യഖ്ദിഹി നിക്കാഹ്. അത് മാ യഊദു ഇലൈഹി മിൻ നിസ്ഫിൽ മഹരി, എന്താ അവനിലേക്ക് കിട്ടാവുന്ന നിസ്ഫുൽ മഹർ ഉണ്ടല്ലോ, അത് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു. ചുരുക്കത്തെ എന്താന്ന് പെണ്ണിന് മുഴുവനും കിട്ടും, എല്ലാം ആണിന് മുഴുവനും കിട്ടും, എല്ലാം പകുതിയും കിട്ടും. അല്ലദീ സാഖഹു ഇലൈഹ, ഓൻ കൊണ്ടാന്നിട്ടുണ്ടാവും കാമിലൻ അലാ മാ ഹുവൽ മുഅ്താദു, അതങ്ങനെയാണ് പതിവുണ്ടാകല്. തഖർറുമൻ, അതോ ദോഷകരമായിട്ട് കൊണ്ടാന്നിട്ടുണ്ടാവും. ഫൈൻ തറക്ക ഹക്കഹു ഫൈന തർക്ക ഹക്കിഹി അലൈഹ, അവളെ പേരിലുള്ള ഹക്ക്, ഇവന്റെ കിട്ടാനുള്ള ഹക്ക് അല ഇട്ടിട്ട് വന്നാൽ കൊടുക്കേണ്ട ആളാണ്. ഫൈന തർക്ക ഹക്കിഹി അലൈഹ, അത് അഫ്വാണ്. അതാണ് ഇവിടെ അഫ്വാന്ന് പറഞ്ഞ അഫവിന്റെ മഅന. അഫ്വുൻ അഫ്വൻ ബിലാ ശുബ്ഹ. അപ്പോൾ ഫൽ മുറാദു ബി ഖൗലിഹി അല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹി എന്ന വാക്കിന്റെ അർത്ഥം അസ്സൗജു, സൗജാണ്. അല അലൽ വലിയു, വലിയുമല്ല, വലിയ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കമ്മിറ്റി പ്രസിഡന്റും അല്ല എന്നായി. പ്രസിഡന്റിന്റെ അധികാരം അതിലുണ്ടാവും, മിനിസ്റ്റർ ബുക്കിലുണ്ടാവും ഓരോരുത്തരുടെ അധികാരങ്ങൾ. അങ്ങനെ രേഖ ഉണ്ടെങ്കിൽ പ്രസിഡന്റ് അമ്മൽ പ്രസിഡന്റ് പ്രസിഡന്റ് ആകുന്നത് അയാൾ ചെയ്യേണ്ട കാര്യം ഇന്നതാകുന്നു. അമ്മ സെക്രട്ടറി ചെയ്യേണ്ടത് ഇന്നത്, ഖജാൻജി ചെയ്യേണ്ടത് ഇന്നത്. കതിറഹു വലായത്താ തൗറഹു, അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ ഇതില്ലേ ഇതാ. അപ്പൊ രണ്ടാമൊരു ഭാഗത്തുനിന്ന് പൊരുത്തപ്പെട്ട് കൊടുത്ത പെണ്ണ് പൊരുത്താക്കിയാൽ എന്തുണ്ടാവും, മുഴുവനും ആണ് കിട്ടും. ആണ് പൊരുത്താക്കിയാൽ പെണ്ണിന് മുഴുവനും കിട്ടും. പക്ഷെ ഇവിടെ നല്ലത് ആണ് പൊരുത്താക്കലാണ്. അല്ല എന്താക്കി ഈ ഭാഗത്തേക്ക് റുജഹാൻ കൊടുത്തു. അതാ വാൻ താഫു എന്ന് പറയുന്ന വൽ മുറാദു ബിഅഫ്വിഹി, അവൻ അഫ്വാക്കുക എന്ന് പറഞ്ഞതിന്റെ മുറാദ് അയ്യുതിഹ സദാഖ കാമിലൻ, സദാഖിനെ പൂർണ്ണമായും കൊടുത്തേക്ക്, പകുതി വേണ്ട. ഇത് അൻ നിസ്ഫൽ വാജിബ അലൈഹി, ഒന്ന് വാജിബായ നിസ്ഫ് അതുള്ളതാണ്. ആടെ പൊറ്റാക്കൽ പറഞ്ഞ് പറയാനില്ല. മറ്റൊന്നോ വൻ നിസ്ഫ സാക്കിത്ത, സാക്കിത്ത നിസ്ഫുണ്ടല്ലോ അല്ല ആയിതയില്, അത് അവനാൻ കിട്ടണ്ട് ബിത്തൻസി പകുതിയാക്കിയാൽ. അപ്പൊ അത് സദക്ക കൊടുക്കും പോലെ കൊടുക്കുക, സദക്കയോ ഹദിയെന്തോ ആട്ടെ. അപ്പൊ ഫലഹു, അവന് ജായിസാണ് യുത്താലിബഹ, അവളോട് ചോദിക്കുക ബിസ്മില്ലാ സാക്കൈലിഹ, കൊണ്ടാന്നത് ഒരു വീണാന്ന് നീ അരങ്ങി തന്നേന്ന് പറയും ചെയ്യാം. അല്ല പൊട്ടു മുഴുവൻ എടുത്തൊന്നും പറയാം. ഫൈദ തുറക്കൽ മുത്താലബത്ത, അവളെ മുത്താലബത്തിനെ ഒഴിവാക്കിയാൽ ഫഖദ് അഫാ അൻഹാ, അവളെ തൊട്ട് മാപ്പാക്കി എന്ന് പറയാം. അതാണ് എല്ലാം യാഫുവാന്ന് പറഞ്ഞത്. നേരത്തെ അഫബിന്റെ നേരമായ അങ്ങനല്ലല്ലോ. എന്നിട്ടോ നിങ്ങൾ അഫവാക്കലാണ് അഖറബുലി തഖ്വ, തഖ്വയിലേക്ക് അടുത്തത് ആണിന്റെ വത്താണ്. അല്ലാമു, ഏത് ലാമ്, ലി തഖ്വാന്റെ ലാമ് ഫി തഖ്വയിലുള്ള തദുല്ലു അലാ ഇല്ലത്തി ഖുർബിൽ അഫ്വി, അതാ അഫവ് തഖ്വയിലേക്ക് അടുപ്പിക്കും എന്നുള്ളതാണ്. എനിക്ക് നല്ല കുലി കിട്ടിയില്ലേ. തഖ്ദീറുഹു അൽ അഫ്വു അഖറബു മിൻ അജ്ലി തഖ്വ, തഖ്വാന്റെ കാരണത്തിന് വേണ്ടി നിങ്ങൾ അഫ്വാക്കൽ എന്നായി അടുത്തതാണ്. ഇതിൽ ലഹദു കാന്നഹു ഇവദും മിൻ ഗൈരി മുഅവ്വദിൻ, ആ പകുതി എടുക്കലെന്നുണ്ടല്ലോ, അതൊരു മുഅവ്വദ് ഇല്ലാണ്ട് തേച്ചു കൊടുക്കുന്ന സ്ഥാനത്താണ് ഇപ്പത്. മുഅവ്വദ് പകരം കൊടുത്തിട്ടില്ല. അല്ല ഔ തർക്കുൽ മുറൂബത്തി ഇൻദാലിക തർക്കുൽ തഖ്വ, അല്ലെങ്കിൽ ആ മാന്യത ഏതാ, ഇവനിക്ക് കുറച്ച് പൈസ ഉള്ള ആളല്ലേ, അതൊഴിവാക്കുമ്പോൾ തഖ്വനെ ഒഴിവാക്കേണ്ട സ്ഥാനത്തായി പോയി. അപ്പൊ തഖ്വയും ഇതും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇനി വലാ തൻസമുൽ ഫദ്ല ബൈനക്കും, നിങ്ങളുടെ ഇടയിലുള്ള ഫദ്ല് മറക്കരുതേ എന്ന് പറഞ്ഞു. ഇവിടെ തൻസം മറക്കൽ എന്നതല്ല, മറവി എന്നുള്ളതെന്നല്ല, ഇവൻ ഇഖ്തിയാരിപ്പെട്ട പണിയല്ല. അപ്പോൾ ഫിഖ്ഹിയായ അമ്രോ നെഹിയോ വർദ്ധിക്കണമെങ്കിൽ എന്താക്കണം, ഇവൻ ഇഖ്തിയാരിപ്പെട്ട പണിയാകണം. മുക്കല്ലഫിന്റെ പേരുമായി ബന്ധപ്പെട്ട അമ്രോ നെഹിയോ എന്നല്ലേ പറയുന്നത്. ഈ നിസ്യാന് എന്നുള്ളത് ഇവൻ ഇഖ്തിയാരിപ്പെടാത്തത് കൊണ്ട് വലാ തൻസവോ എന്ന് പറഞ്ഞ് മറക്കരുത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, അതാ പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ മറക്കല്ലേ എന്ന് തന്നെ അർത്ഥം തന്ന, അത് ഒഴിവാക്കല്ലേ എന്ന് അർത്ഥത്തില്ല.
ഒഴിവാക്കാൻ നടത്തുന്നത് അതാ ലൈസൽ മുറാദു മിന്നു അന്നഹിയാനിൽ നിസ്യാൻ വലാ തൻസവു എന്ന് വന്നതുകൊണ്ട് നിസ്യാനെ തൊട്ടുള്ള നെഹിയല്ല. അതുകൊണ്ട് എലിയാന്നതാലിക ലൈസഫിൽ വുസ്ഇ അത് മനുഷ്യന്റെ പരിധിപ്പെടാത്തത് കൊണ്ട് ബലിൽ മുറാദു മിന്നു അത്തറുക്കുവതാ ഇതാ മറന്നുവല്ലേ, മറക്കല്ലേ എന്ന് പറഞ്ഞാൽ മറവി അല്ല, മറവിനാൽ ലാസിമാകുന്ന ഒരു തെർക്കുണ്ട്, അത് ഒഴിവാക്കല്ല. നിങ്ങളുടെ ഇടയിലുള്ള ഫദ്ലും ഇഫ്ലാലും ഒഴിവാക്കേണ്ട. കാരണം പെണ്ണുങ്ങളെക്കാൾ ആണുങ്ങൾക്ക് അല്ലാഹു തആല ഫദ്ല് കൊടുത്തപ്പോ ഈ അരപ്പടിന് നിങ്ങൾ എന്താ ഫദ്ല് കാട്ട്. അതാ ബിയത്തായ റജുൽ തമാമ സദാഖി മുഴുവൻ സദാഖ് കൊടുക്കൽ കൊണ്ടും വതർക്കിൽ മർഅത്ത് നസീബഹ പെണ്ണ് ഓളെ നസീബ് ഒഴിവാക്കലും അത് അങ്ങനെ ഇങ്ങോട്ടും പറ്റാക്കലായി ആവൂല. ബൈനക്കുമേയല്ലോ, അതെന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച് ചെയ്തോളാം. മറ്റൊരർത്ഥാണ് നിങ്ങളുടെ ഇടയിലുള്ള ആ പരിചയവും ആ പരസ്പര ബന്ധവും മവദ്ദത്തും നിങ്ങൾ മറക്കണ്ട. കൊടുക്കുമ്പോൾ എന്താക്കി ആ കലമും കൊത്തി കടയിലാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വിരിയണ്ട. അത് ഹസ്തഹുമാ ജമീഅൻ അലൽ ഇഹ്സാനി വൽ ഇഫ്ളാൽ. അപ്പോൾ രണ്ടുപേരോട് എന്താക്കിയിട്ടുണ്ട്, ഹസ്തഹുമാ എന്ന് പറഞ്ഞ സൗജാനി, രണ്ടാളോടും അല്ലാഹു തആല കൽപ്പിച്ചു അലൽ ഇഹ്സാനി വൽ ഇഫ്ളാൽ, ഇഹ്സാനും ഇഫ്ളാലും ചെയ്തോ. പെണ്ണിനോട് വേണ്ട അവിടെയും പറഞ്ഞു, ആണിനോട് പറയേണ്ട അവിടെയും പറഞ്ഞു. വലാ തൻസവുൽ ഫദ്ല ബൈനക്കും ഒറ്റ വാക്കുകൊണ്ട്. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. അല്ലാഹു തആല ബസീറാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യം കൊണ്ട് കാണുമെന്ന് പറഞ്ഞാലോ. ഐ ഫലാ യകാദു യുളീഉ മാ അമിൽതും മിന തഫദ്ദുലി വൽ ഇഹ്സാൻ. തഫദ്ദുലിനാലും ഇഹ്സാനിനാലും നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് അതൊന്നും പ്രതിഫലം കിട്ടാതെ നഷ്ടപ്പെടുകയില്ല. അപ്പം അള്ള കാണുമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, പ്രതിഫലം കൊടുക്കുന്നു. എന്നിട്ട് മറ്റേ വെള്ളിയാഴ്ച കാണേന്ന് പറഞ്ഞാൽ മതിയാവും. ആ ജുമാക്കാണെങ്കിൽ അപ്പം എല്ലാഴ്ചയൊക്കെ ജുമാക്ക് കാണും പോലും. ആ അപ്പം നിങ്ങൾ കാണുമെന്ന് ആ കണ്ടില്ലേ, കണ്ടില്ലേ? ആ മെച്ചൻ മറക്കൂല. എപ്പോ ആണ്ടേക്ക് വന്നു. ഇനി പുതിയൊരു മസാലയാണ്. ഈ വിഷയങ്ങളൊക്കെ കുറെ തീർന്നു. ഇനി ഇബാദാത്തിന്റെ ഇനത്തിലേക്ക് അല്പം ശ്രദ്ധ പതിപ്പിക്കുന്നു. ഇത്ര നേരം എന്താണ് മുനാക്കഹാത്താണ്. ഹാഫിളൂ അലസ് സ്വലവാതി വസ്സലാത്തിൽ മുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. ഒന്ന്, എല്ലാ നമസ്കാരങ്ങൾക്ക് പേരിലും പൊതുവെ സലാത്തുൽ മുസ്താന് പ്രത്യേകിച്ചും നിങ്ങൾ മുഹാഫള ചെയ്യണം. അതുപോലെ അല്ലാഹു തആലാക്ക് വേണ്ടി എന്താക്കണം, ഖാനിതീൻ എന്ന് പറഞ്ഞിട്ട് നിൽക്കണം എന്നാ പറഞ്ഞു വന്നത്. അപ്പം രണ്ട് കൽപ്പനയുണ്ട് ഇവിടെ. നോക്ക്, ഹാഫിളു അല സലവാത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഹാഫള എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന്, ബിൽ അദാഇ ലി വഖതിഹ, അതിൻ്റെ വഖത്ത് അനുസരിച്ച് വീട്ടലുണ്ട്. വഖത്ത് വീട്ടിലോട് തന്നെ വൽ മുദാവമത്തെ അലൈഹ, അത് പതിവായിരിക്കുകയും വേണം, നിസ്കാരമായിരിക്കുകയും വേണം. നിങ്ങൾക്ക് നല്ലൊരു ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിരിക്കുമ്പോൾ ഈ മക്കൾക്ക് അർറഹ്മാൻ റഹീം മറ്റുമൊക്കെ റുക്കൂലേക്ക് വീണു. അപ്പം എന്ത് മനസ്സിലായി, അഊദ് ഓതിയിട്ടില്ല, വജ്ഹത്തുമില്ല, സൂറത്ത് ഓതിയിട്ടില്ല, ഫാത്തിഹ ദേശം ഓതിയിട്ടില്ല. അല്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകും, എനിക്ക് വിശ്വാസം ഞാൻ എപ്പെങ്കിലും കണ്ടിടാം എന്തെങ്കിലും പണിയിൽ. ആ സിദ്ദത് കട്ട്. അപ്പം ജഹറിൽ ഇഷാഖ് ഓതുന്നത് നാട്ടുകാർക്ക് വേണ്ടിയിട്ട്. അപ്പം നിൽക്കാൻ സഹിച്ചില്ല. പിന്നെ റുക്കൂരൊന്ന് തല കാട്ടിന്. ഇടയിൽ അത്താഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തുൽ എല്ലാം ധർമ്മകാരണീസ്. എങ്ങനെ തൽക്കാലം മുബാറക്കത്ത് ഇത് ഒത്തുകൂടിയിട്ട് പിന്നെ മാറ്റിക്കലിക്കല്ലാണ്ട് വേറെ രക്ഷയില്ലല്ല. അതാ നമ്മക്ക്. പക്ഷേ നമുക്ക് ഉസ്വാസ ഫീനഫ്സിൽ ഇല്ലാത്തതുകൊണ്ട് ഉസ്വാസ് കാട്ടിയാലാകുന്നില്ല. നിങ്ങളെ എല്ലാം എനിക്ക് എത്രയെന്നറിയാം, പൂർണ്ണമായും മുത്തരങ്ങാൻ 1 മിനിറ്റാണ്. ഞാൻ ഈ വാച്ച് നോക്കിയാൽ 61 സെക്കൻഡ് ആയിരുന്നില്ല. ഒരു ഓത് കൊടുക്കാൻ വേണ്ടി 1 മിനിറ്റ് കൂടെ കൊടുക്കുക, 2 മിനിറ്റ് കൊണ്ട് തീരും. നമ്മുടെ വസുവാസനായി നടിക്കുമ്പോഴേക്ക് ഈ സമയത്തിലെ ചിലവാക്കേണ്ട തീരുന്നില്ലല്ലോ.
ഒരു വലിയ ഞാൻ പറഞ്ഞോട് പറഞ്ഞെന്താന്ന് നമുക്ക് പോയിട്ട് ചായയും കടിയും കുടിച്ചിട്ട് വരാം അപ്പൊക്കും സലാം വിട്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് അതിനേക്കാളും വലിയ കുടുക്കി പോയിട്ടാണ് പോകുന്നത്. അതന്നെ അടുത്ത ഹോട്ടലിൽ പോയി ചായയും കടിയും കുടിക്കാം. ഞാൻ കാര്യം ഇറക്കലാണ് വരച്ച് കാലിൽ തൊടിയെല്ലാം കൊടുക്കും റദ്ദാക്കണ്ട് എല്ലാത്തിനൊരു പരിധിയില്ല നിങ്ങളെ. വരച്ച് കയറാടുക്കാം. അപ്പോൾ ജമാഅത്തെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള വല്ല കയറും റദ്ദാക്കണ്ട് തുടരാൻ എല്ലാം നീടെ ഒഴിഞ്ഞിട്ടിട്ട് കോയല്ലേ, ഇതിന് വേറെ പണിയുമില്ലല്ലോ. ഓഫീസോ വേറെ എന്താ പണിയാ, വണ്ടി ഓടിക്കണമെന്നെങ്കിൽ ആദ്യം പണിയാൻ എന്താ പറയാ. ഇവിടെ ഇവനിക്കെന്താ പണി? വൽമുറാദു ബിസ്സലവാത്തി എടാ, ഇവിടെ സലവാത്ത് ആമല്ലേ. ഇതിലെന്തുണ്ട്? ഫർദുസ്കാരം പെട്ട്, സുന്നത്തിക്കാരം പെട്ട്, തഹയ്യത്തുസ്കാരം പെട്ട്, പലതും പെട്ടിട്ടുണ്ടല്ലോ. ഉദ്ദേശം അൽ മക്തൂബാത്തുൽ ഖംസു, 5 നേരത്തെ മക്തൂബാത്താണ്. അവിടെ വേറെ 2 ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിലില്ല. അത് ഫീക്കല്ല രാപ്പകലിലായിക്കൊണ്ട് അത് സമത്ത അദദുഹ, അതിൻ്റെ അദദ് 5 ആണെന്നും ബിഗൈരിഹാ മിനൽ ആയാത്ത്, ഈ ആയത്തല്ലാത്ത വേറെ ആയത്തോട് തെളിഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് 5 കിട്ടുന്നില്ല. അതുപോലെ വൽ അഹാദീസുൽ മുത്തവാത്തിറ, മുത്തവാത്തിറായ അഹാദീസ് കൊണ്ടും ലോകത്തിൻ്റെ ഇജ്മാഉം ഉണ്ട്. ഏതെങ്കിലും നാട്ടിൽ, ഏതെങ്കിലും ജീവിതത്തിൽ, ഏതെങ്കിലും മദ്ഹബിലോ വേറെ ഭക്തി ചുരുക്കലുണ്ടോ? ഇനി അക്കൂട്ടത്തിൽ ഇത് ആമല്ലേ. വഹാഫിളു അല സലാത്തിൽ മുസ്താ, സലാത്തിൽ മുസ്താന്റെ മേലിൽ മുഹാഫള ചെയ്യണം എന്ന് പറഞ്ഞു. ഈ മുസ്താ എന്നുള്ളതിന് മൂപ്പുറപ്പിക്കുന്ന 1 അദദ് കൊണ്ട്. അദദ് ഏതാന്ന്? സുബ്ഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ. അപ്പൊ നേരം വെളുത്തത് മുതൽ സുബ്ഹി, ളുഹർ 2 മഗ്രിബ്, ഇശാ അസ്തമാനത്തിന് ശേഷം. അപ്പൊ നടുക്കുള്ള ഏതാണ്? അസ്ർ. അപ്പൊ എണ്ണം നോക്കിയാൽ വുസ്ത എന്നുള്ളത് ഭാഷാർത്ഥത്തിൽ നടുക്ക് നിൽക്കുന്ന നിസ്കാരം അത് അസ്ർ. മാത്രമല്ല ഹദീസ് കൊണ്ട് മൂപ്പർ തെളിവുകൊണ്ടിരുന്നത്. ഇനി ആ അസ്റിനെ പറ്റിയിട്ട് പ്രത്യേക മുഹാഫള വേണമെന്ന് പറയാൻ കാരണം, പണിക്കാർ ജോലിയെല്ലാം കഴിഞ്ഞ് ശമ്പളം വാങ്ങലാക്കലും കുളിച്ച് കയറലാകുമ്പോൾ ചിലപ്പോൾ അസ്റൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടി ഗഫലത്താകാനുള്ള സാധ്യത കൊണ്ടെന്താക്കി മുഹാഫള വെച്ചു. അപ്പൊ 3 ന്യായമാണ്. 1 ഹദീസ്, മറ്റെണ്ണോ 2 താരീഖ്. നോക്കിയോ, വാവുസത്തു ഷൈഇ, ഒരു ഷൈഇന്റെ നടു ഖൈറുഹു വഅദലുഹു, അതാണ് ഇഫ്രാത്തുല്ല തഫ്രീത്തുല്ലാത്തല്ലേ. വഹിയ സലാത്തുൽ അസ്ർ, അതാണ് സലാത്തുൽ അസ്ർ. ഇവിടെ കൗലെണ്ണയാന്ന് ഒരിച്ചില്ലാനും കൗലുണ്ട്. അതാണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൗലുണ്ടാക്കുന്നതൊക്കെ എത്ര ഉണ്ടാക്കാല്ല, ഒരു കമ്പനി പറഞ്ഞാൽ മതി. ഇവിടെ നിന്ന് എല്ലാവിധ കൗലുകളും ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് എന്നൊരു ബോർഡും വെക്കുക. അതാ സലാത്തുൽ അസ്റാൻ കാരണം ലിഅന്നഹാ ബൈന സലാത്തൈ ലൈലിൻ വസലാത്തൈ നഹാരിൻ, പകൽ സമയത്ത് നമസ്കരിക്കുവാനുള്ള 2 നിസ്കാരമുണ്ട് എന്നല്ലോ. സുബ്ഹി ളുഹറും പിന്നെ മഗ്രിബും ഇശാവും അസ്തമാനത്തിന് ശേഷം നടുക്കല്ലേ അത്. അപ്പൊ 1 വലിഖൗലിഹി അലൈഹിസ്സലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗല് യൗമൽ അഹ്സാബ്. ഇത് ഹദീസാമെന്തായി? ദലീലായി. ശഗലൂന അനി സ്വലാത്തിൽ മുസ്താ സ്വലാത്തിൽ അസ്ർ മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറാൻ. ഖന്തഖ് യുദ്ധത്തിലാണ് ശത്രുക്കൾ തടഞ്ഞു വെച്ചിട്ട് നിസ്കരിക്കാൻ വിടാണ്ടെന്ന്. അപ്പോൾ അസ്ർ നമസ്കാരത്തിന് തൊട്ട് നടപ്പേണ്ടത് സലാത്തിൽ അസ്ർ നമ്മളെ ചൂലാക്കി കളഞ്ഞു വരി. അതുകൊണ്ട് അവരെ ഖബറും വീടും നാറിനാൽ നടക്കട്ടെ. അഖ്റജഹുൽ ബുഖാരി. അപ്പൊ ഹദീസായി അതല്ലേ. അതിന്റെ ഫضലി ഇത് സലാത്തുൽ ഉസ്താന്റെ അസറിന്റെ സമയത്ത് ജനങ്ങള് ഒരുപാട് ഇഷ്ടിഗാലിലായിരിക്കും. തുടങ്ങിയ പണി ചിലപ്പോൾ പൂർത്തിയാക്കലായിരിക്കും, അല്ലെങ്കിൽ ശമ്പളം വാങ്ങലായിരിക്കും, അല്ലെങ്കിൽ കുളിച്ചിനനുസരിച്ചൊന്ന് റെഡിയാകലായിരിക്കും. അപ്പൊ സമയം പലതിലേക്കും പോകും. അപ്പൊ തിജാറാത്തിയും അവർ തിജാറാത്ത് കൊണ്ടും മക്കാസിബ് കൊണ്ടും. അപ്പം താരീയിൽ മറ്റൊന്നും കൂടിയാണ്. ഇനി മറ്റൊന്ന് വജ്തിമാഇൽ മലായികത്തിൽ ലൈലി വമലായികത്തിൻ നഹാർ, രാത്രിയുടെ മലായികത്തും പകലിന്റെ മലായികത്തും ഒരുമിച്ച് കൂടുന്ന വേദിയാണ് അത്. ഈ ദലീൽ ആമ്മ നിലത്തിൽ സുബ്ഹിക്ക് സാധ്യത. പക്ഷേ മറ്റെല്ലാം കൂടെ റുജഹാനാക്കണോ?
അത് സമീഹിക്കുണ്ടല്ലത് രണ്ട് സമയത്തല്ലേ ഷിഫ്റ്റിംഗ്. പല കോലും പറഞ്ഞാലുണ്ട്. സമീക്കാരെന്ന് പറഞ്ഞ കൂട്ടർ എന്താ പറയുന്നത്, 4 റക്അത്തല്ലേ വലുത് അല്ലേ, 2 റക്അത്തല്ലേ ചെറുത്. അപ്പൊ ചെറുതിൻ്റെയും വലുതിൻ്റെ ഇടയിൽ ഇപ്പം മഗ്‌രിബ് വന്നാൽ ചിലത് പറയും. അതെല്ലാം എന്താ അതാ പറഞ്ഞ കോലോൽപാദനം എന്ന് പറയാം. അതേപോലെ കളിയാക്കല് ഷാജി പോയപ്പോണ്ട് ചെമ്മീൻ ബിരിയാണിയാണ് പറഞ്ഞ ഹബീസാണ് തിന്നാൻ പാടില്ല. അതേസമയം അയാളെ മദ്ഹബിൽ നായിനടുത്തിട്ട് തിന്നും ചെയ്യുമല്ലോ, നായി ബിരിയാണി വെക്കുകയും ചെയ്യുന്നതാണ്. അപ്പം ഇത് മുജാഹിദ് കേൾക്കുമ്പോൾ എന്താക്കും, കളിയാക്കും. ഇനി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫാതഹു സലാത്തുൽ അസ്ർ, അസ്ർ നമസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ ഫകഅന്നമാ ബുതിറ അഹ്ലഹു വമാലഹു, അവൻ്റെ അഹലുകാരും അവൻ്റെ മുതലും അവൻ്റെ മുഴുവനും മുറിക്കപ്പെട്ട പോലെയായി. അപ്പോൾ ഒരു കുടുംബത്തിലുള്ള മുതലും പോയി അഹലുകാരും പോയാൽ അവന് കഷ്ടപ്പാടത്രണ്ട് എന്നതുപോലെയാണ് ഒരു അസ്ർ നമസ്കാരം നഷ്ടപ്പെടുക എന്നുള്ളത്. ഐ ലിയകുൻ മിൻ ഫൗതിഹാ ഹദറാൻ. ആ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മംഫാത്ത കൊണ്ടത് ആ ശിക്ഷ ബാധകന്നില്ലേ, അതിനർത്ഥം അത് നഷ്ടപ്പെടുന്ന തൊട്ടെന്താക്കണം, വളരെയധികം സൂക്ഷിക്കണം. ഹാദറൻ ഇതുപോലെ കമാ യഹദറു മിൻ ദഹാബി അഹ്ലിഹി വമാലിഹി, അവൻ്റെ അഹലും മാലും നഷ്ടപ്പെടുന്നതിന് എത്രത്തോളം സൂക്ഷിക്കും അതുപോലെ. ഇനി സുമ്മ ഫി ഹദീസ് യൗമിൽ അഹ്സാബി, അഹ്സാബിൻ്റെ ഹദീസിൽ മറ്റേ ന്യായം എന്താക്കും, മറ്റേ കൂട്ടർ തള്ളിക്കളിയാ, അത് നിങ്ങളുടെ ന്യായമല്ലേ. അപ്പോൾ ഇടത്തരമുള്ള റക്അത്ത് എന്ന് പറഞ്ഞാൽ സുബ്ഹി 2-ൻ്റെയും മറ്റേ 4-ൻ്റെയും കൂടെയുള്ള 3 മുതവസ്സത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കേൾക്കാമല്ലോ. അത് പറയുന്നത് അഹ്സാബിൻ്റെ ഹദീസ് തള്ളി പറയാൻ കഴിയില്ല. അത് ഹുജ്ജത്തുൻ അലാ മൻ ഖാല അസ്സലാത്തുൽ മുസ്താഹി ഗൈറുൽ അസ്രി, സലാത്തുൽ മുസ്താഹ് എന്നുള്ളത് അസ്ർ അല്ല എന്ന് പറയുന്നവർക്കുള്ള റദ്ദുണ്ട്. ഹദീസ് കൊണ്ട് സുബൂത്തായി കഴിഞ്ഞല്ലോ. ഇനി വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, ഖുനൂത്ത് ഓതിയിരിക്കണം എന്ന് പറയുമ്പോൾ പണ്ട് പട്ടിക്കാട്ട് സമാജത്തിലാണ് വന്നത് ഖുനൂത്ത് ഓതുന്ന കളിവ്. ഖൂമൂ ലില്ലാഹി ഖാനിതീൻ, ഞാൻ പറഞ്ഞു എപ്പോൾ 24 മണിക്കൂർ ഖുനൂത്ത് ഓതാൻ വേണ്ടി? നിങ്ങൾ ദലീൽ പറഞ്ഞാൽ സുബ്ഹിന്റെ ഖുനൂത്താണ്ടേ, അത് തകല്ലുഫാണ്. അതല്ല നമ്മൾ വിത്തിരി ഓതുമ്പോൾ എത്ര വട്ടം വിത്തിരി ഓതുമ്പോൾ 3 വട്ടം വന്നിട്ടുണ്ടെന്ന്. അതാ ഓതിയ സ്ഥലത്ത് അത് ഹദീസിന്റെ കിതാബിലൊക്കെ ഉണ്ടെന്നാണ്. കമാലുണ്ട്, സീറയിലുണ്ട്, ഹരബിയിലുണ്ട്, ദലാലുനുഭവത്തിലുണ്ട്, പലതിലുണ്ട്. നിങ്ങൾ വിത്തിരി കേൾക്കലില്ല എന്നർത്ഥം. അതെ, അപ്പൊ ആ ഒരു സംഭവം, രണ്ടാമത്തെ സംഭവം ഇങ്ങനെ അധികം അതെ. വഖൂമൂ ലില്ലാഹ്, അതായത് നിസ്കാരത്തിൽ ആ നൃത്തം അള്ളാഹിന്റെ മുമ്പിൽ ഭയഭക്തിയാർന്ന നൃത്തമായിരിക്കണം. അതൊരു സാധാരണ നൃത്തമൊന്നല്ല എന്നാണ് പറയുന്നത്. ഖാനിതീനായിട്ടാണ് അള്ളാഹു തആലക്ക് നിൽക്കേണ്ടത്. അപ്പോൾ ഒരു കാലം നിന്ന് ഒരു കാലം ഇപ്പത്തേക്ക് പോയി, പിന്നെ എനിക്ക് കൈയിളക്കി, പിന്നെ താടി ഒന്ന് പിടിച്ചു നീട്ടി, പിന്നെ മീശ ഒന്ന് ചുരുട്ടി, പിന്നെ കുപ്പായത്തിന് കയ്യിൽ നിന്ന് കഴിച്ചു കെട്ടി, ഈ പോത്തിൻ്റെ അരി നിൽക്കുന്നുണ്ടാവും നിൽക്കാൻ നിന്നു. ഖിയാമിലും അള്ളാഹുള്ള ദിക്റുണ്ട്. ആ നൃത്തം തന്നെ എന്താ ഒരു ദിക്റാണ്, അതിൽ പല ദിക്റുണ്ട്. അന്നൽ ഖുനൂത ഹുവ ദിക്റു ഫീഹി, ഇവിടെ ഖുനൂത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏതാണ്, അതിൽ ചെല്ലാനുള്ള ദിക്റാണ്. ആ ഖൂമു എന്നുള്ളത് ആ ദിക്ർ ചെല്ലാനുള്ള മഹല്ലാണ് ദിക്ർ അതിലുള്ളത്. അപ്പം എന്താക്കും, വജ്ജഹത്തുണ്ട്, തക്ബീറത്തുൽ ഇഹ്റാമുണ്ട്, വജ്ജഹത്തുണ്ട്, പിന്നെ ആഊദുണ്ട്, ഫാത്തിഹ ഉണ്ട്, സൂറത്തുണ്ട്. എല്ലാ മൊത്തത്തിൽ ഖാശിഈനാന്ന് അർത്ഥം കൊടുക്കാം. അപ്പം നൃത്തവും ചെല്ലലും എല്ലാം ഭയഭക്തി ഉണ്ടായിരുന്നു. അത് ഖാനിതീനാക്കുണ്ടാക്കി മൊത്തത്തിൽ ഹാലാക്കി. ഇനി ഫഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാനാ, ഫഇൻ ഖിഫ്തും ഐ ഇൻ കാന ബികും ഖൗഫുൻ മിൻ അദുവ്വിൻ ഔ ഗൈരിഹി, അദുവ്വിനാലോ ഗൈറിനാലോ നിങ്ങൾക്ക് ഖൗഫുണ്ടെങ്കിൽ, സലാത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞിട്ട് നിസ്കാരം ബാധിതായിട്ടുണ്ട്. കുറച്ചാൾ കാവൽ നിൽക്കലും കുറച്ചാൾ നാക്കലും. അതെ, കണ്ണൂർ മോദീന് ഫരിജാലൻ, റിജാലൻ കാൽനടയായിക്കൊണ്ട്, ഐ ഫസല്ലു റാജിലീന കാൽനടയായിക്കൊണ്ട് നിസ്കരിക്കാം.
റിജാൽ എന്ന് ഉദ്ദേശിക്കുന്നത് റാജിലിൻ കാൽ നടത്തക്കാർ, യതൂക റിജാലൻ എന്നുള്ള പുരുഷന്മാർ അർത്ഥത്തിനല്ല, കാൽ നടക്കാർ. ആ റുക്കുബാനുള്ള വാഹനത്തെ കയറിയിട്ട് നിൽക്കിരിക്കാം യാത്ര. ഐ റാക്കിബീന വഹുവ ജംഉ റാക്കിബീൻ. എന്നിട്ടോ അപ്പൊ പേടിയെല്ലാം പോയി. ശത്രുക്കളെ ചില പാമ്പ് കയറി, അല്ല പിടിമൃഗം കയറി, അല്ല ബിൽഡിങ് പൊളിഞ്ഞു പോകാൻ പോകുന്നുണ്ട്, എന്തെങ്കിലും പേടി. വൈദ്യുതി എന്ന് പറഞ്ഞില്ലേ, തീപിടുത്തം വരാ. നിങ്ങളുടെ പേടി നീങ്ങിയാൽ നിങ്ങൾ അല്ലാഹു തആല ദിക്ർ ചെല്ലണം എന്ന് പറഞ്ഞാൽ ഫസല്ലു സലാത്തൽ അംനി, അമ്നിന്റെ സമയത്ത് നമസ്കരിക്കുന്ന നമസ്കാരം എന്താക്കണം, അന്ന് നിൽക്കണം. അപ്പം സിദ്ധത്തിൽ ഖൗഫിന്റെ നിസ്കാരമുണ്ട്, അമ്നിന്റെ നിസ്കാരം. ഇപ്പം നമ്മൾ നിൽക്കുന്നതല്ല, അമ്നിന്റെ നിസ്കാരമാണ്. അത് എങ്ങനെ ഫദ്കുറുല്ലാഹക്ക് തംസീൽ കൊടുത്ത് കമാ അല്ലമക്കും, കമാ അല്ലമക്കുന്നില്ലേ, അള്ളാഹ് പഠിപ്പിച്ചെന്ന പോലെ. എന്ന് വെച്ചാൽ ഐ ദിക്റൻ കായിനും കതാലിമിഹി ഇയ്യാക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കോലത്തിലുള്ള ആ ദിക്റായിരിക്കണം അവിടെ ചെല്ലേണ്ടത്. അപ്പൊ അള്ളാഹ് എന്താ പഠിപ്പിക്കുന്നത്? അള്ളാഹ് അധ്യാപകനാ? അപ്പൊ അള്ളാഹു നിങ്ങൾക്ക് എവിടെന്നെങ്കിലും പഠിക്കാൻ അവസരം തന്നു കഴിഞ്ഞാൽ അള്ളാഹ് പഠിപ്പിച്ചു തന്നെയാണ്. അള്ളാഹിന്റെ പേരല്ലാണ്ട് വേറെ ഇവിടെ തോന്നൊന്നുമില്ലല്ലോ. അള്ളാഹിന്റെ പേരില്ലാണ്ട് ഇപ്പൊ പശുവിനെ കറക്കാൻ കഴിയുമോ? വദല്ലൽനാഹാലക്കും വമിൻഹാ റകൂബുഹും വമിൻഹാ യഅ്കുലൂൻ വലക്കും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ. അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ആ പാത്രം കൊണ്ട് വെച്ച് ഒരൊറ്റ അടിയും കൊടുക്കണമെന്ന് പശു തീരുമാനിച്ചാൽ അന്ന് കട്ടഞ്ഞടിക്കേണ്ടി വരും. അപ്പോൾ വേറൊരാളും മുഖേന നിങ്ങൾക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ പഠിപ്പിച്ച പോലത്തിന്. അപ്പം 2 മുസാഫ്, ഒന്ന് ഉസ്താദിൻ്റെ അടുക്ക് ഓതാൻ ഒരു മുസാഫും, മറിഞ്ഞിരുന്നാലും വെച്ചവർക്ക് ഓതാനും വേറൊരു മുസാഫ് ഉണ്ടാകാൻ പാടില്ല. 2 മുസാഫ് ഉണ്ടാ. ആ നീച്ചോറിട്ടുണ്ട് അപ്പം ഇന്നലെ രാത്രി മറ്റേ കാലം വന്നു നാളെ വന്ന് നടക്കല്ലേ. കണക്ക് ഇവിടെ കൊതു കയറിയിട്ട് നമുക്ക് പണി ശൂലായിപ്പോയി. ബേറ്റ് ഉപയോഗിച്ചിട്ടും കൂടെ കിട്ടുന്നില്ല. അവസാനം ബേറ്റിൻ്റെ കറണ്ട് വരുന്നത്. അന്നേരം ഇയാൾ വരുന്നുണ്ട് കാലം തന്നെ. കമാ അല്ല നമുക്ക് മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ താലീം എന്നുള്ളത് ദിക്റിനല്ലല്ലോ. മാലം തക്കൂനു താലമൂൻ ആമ്മയിപ്പോയല്ലോ എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടായിരുന്നു. കമാ അല്ലമക്കും മാലം തക്കൂനു താലമൂൻ, നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നതുപോലെ ഗ്രഹണമെന്നല്ല ഇപ്പം കിട്ടല്ലേ. അപ്പൊ മാലം തക്കൂനു താലമൂൻ ഉള്ളത് മീൻ കൈഫിയത്തി സ്വലാത്ത്, നിസ്കാരത്തിന്റെ കൈഫിയത്തും പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പൊ രണ്ടും കൂടെ കൂട്ടാം. നിസ്കാരത്തിന്റെ കൈഫിയത്ത് എങ്ങനെ നിർവഹിക്കണം എന്നാണോ അല്ലാഹു തആല നബി മുഖേന പഠിപ്പിച്ചത് അതും, ഏത് വിധം ദിക്ർ ചെല്ലണം എന്നാണോ അതും, എല്ലാം കൂടെ കൂട്ടുക. വൽ മുറാദു ബിത്തശ്ബീഹ്, ഈ തശ്ബീഹ് ഫദ്കുറു കമാ അല്ലമക്കും മാ ലം തകൂനു അൻ തകൂന സ്വലാത്തുൽ മുഅദ്ദാതു മുവാഫിഖതൻ ലിമാ അല്ലമഹുല്ലാഹ്. അല്ലാഹു തആല പഠിപ്പിച്ചു തന്നതിനോട് മുവാഫിക്കായിരിക്കണം നിങ്ങൾ നിർവഹിക്കുന്ന നമസ്കാരം എന്നർത്ഥത്തിനായി. ഇൽമിനോടൊക്കണമായാലും ചുരുക്കത്തിൽ ഇതാന്ന്. ഇൽമെന്ന് വേറെ, അമലെന്ന് വേറെ. അല്ലെങ്കിലും മറ്റൊരർത്ഥം അവിഷ്കുറുല്ലാഹ ശുക്രൻ യുവാസി തഅലീമഹു ഇയ്യാക്കും, നിങ്ങൾ അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യണം എന്നാണ്. ഇത് ഫദ്കുറുല്ലാഹന്റെ മാന. എങ്ങനത്തെ ശുക്ർ? യുവാസി തഅലീമഹു ഇയ്യാക്കും, അല്ലാഹു തആല നിങ്ങളെ പഠിപ്പിച്ച തഅലീമിനോട് തുല്യമാകുന്ന ശുക്രായിരിക്കണം. അതാ എന്തിനെ പഠിപ്പിച്ചു? മാ ലം തകൂനു തഅലമൂനഹു മിനശ്ശറാഇഇ വൽ അഹ്കാം, ശറഅകളാലും അഹ്കാമുകളാലും നിങ്ങൾക്കറിയാത്ത പലതും അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനോട് തത്തുല്യമായ കടപിടിക്കുന്ന തരത്തിലുള്ള ശുക്രായിരിക്കണം നിങ്ങളെ വക്കം ഉണ്ടാകേണ്ടത്. നമസ്കാരൻ്റെ കാമിലാ രൂപത്തിലാകണം, അമലായിരിക്കണം. വഅലം അന്ന സ്വലാത്ത ബിമൻസിലത്തിൽ ളിയാഫത്തി, ഒരു സൽക്കാരത്തിനോട് തുല്യമാണ് നമസ്കാരം എന്നുള്ളത്. എന്തുണ്ട്? നെയ്ച്ചോറുണ്ടാകും, ബിരിയാണി ഉണ്ടാകും, ഫ്രൂട്ട്സ് ഉണ്ടാകും, മറ്റുണ്ടാകും, പച്ചക്കറി ഉണ്ടാകും, ഇതല്ലല്ലേ. ഇതേമാ നിസ്കാരത്തിൽ എന്തുണ്ട്? തിലാവത്തുണ്ട്, റുക്കോണ്ട്, സുജൂദുണ്ട്, പല 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 ഇനങ്ങളാണ്. ഖദ് ഹയ്യ അല്ലാഹു തആല, അല്ലാഹു തആല സൽക്കാരത്തിന് ഒരുക്കിയിരിക്കുന്നു ലിൽ മുവഹിദീൻ,
മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഫീ കുല്ലി യൗമിൻ 5 മർറാത്തിൻ, ഓരോ ദിവസം 5 തവണയാണ് അള്ളാഹിന്റെ സൽക്കാരം. ഫകമാ ഫിൽ ളിയാഫത്തി തുജ്തമഉൽ അൽവാനു, ഒരു ലിയാഫത്ത് വന്ന പല ഇനങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ അത്ഹിമത്തി ഭക്ഷണത്തിനാൽ ആട്ടിറച്ചി ഉണ്ടാവും, പോത്തിറച്ചി ഉണ്ടാവും, മീനുണ്ടാവും, പച്ചക്കറി ഉണ്ടാവും, അച്ചാറുണ്ടാവും, അച്ചാരത്തിൻ്റെ പല ഇനങ്ങളും. വലിക്കൊല്ലി താമിൻ, ഓരോ താമിനും ലദ്ദത്തുണ്ട്, ലൗനും, ഓരോ ഇനങ്ങളും ഓരോ നിറങ്ങളും ഓരോ വിവരങ്ങളും ഉണ്ട്. ഫകദാലിക, ഇതുപോലെ ഫീഹ, നമസ്കാരത്തിലുണ്ട്, അർക്കാനുൻ വഅഫ്ആലുൻ മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായ അക്വാലും അർക്കാനും, ലിക്കുല്ലി ഫീലിൻ ലദ്ദത്തുൻ വതക്ഫീറുൽ ലിദ്ദുനൂബ്, ഓരോന്നിനും ഓരോ ലദ്ദത്തുണ്ട്, ദോഷങ്ങൾ പൊറുപ്പിക്കലുമുണ്ട്. സുമ്മ ഇലം അന്നഹു ലാ യുറഖസു ലിമൻ സമിഅൽ അദാന, ബാങ്ക് കേൾക്കുന്ന ആൾക്ക് റുഖ്സ കൊടുക്കൂല. തർക്കൽ ജമാഅത്ത്, ജമാഅത്ത് ഒഴിവാക്കാമെന്ന് റുഖ്സ കൊടുക്കൂല. അതിപ്പോൾ പൊതുവെ അറബി കോളേജിൽ റുഖ്സ ഉണ്ടാകില്ല. അല്ലെങ്കിൽ പിന്നെ ബിരിയാണി തടഞ്ഞു വന്നപ്പോൾ എവിടെയും ജമാഅത്ത് വേണ്ടെന്നാണ്. 3 മണിക്ക് യോഗം കഴിഞ്ഞ് 100 നിൽക്കിച്ചിട്ടില്ല, ബിരിയാണി വയ്ക്കുകയും വേണം. അത് എന്നാലും ഇപ്പം 3 മണിക്ക് ബിരിയാണി തടഞ്ഞ വെക്കലല്ലോ പണിഞ്ഞാണ്. അതുകൊണ്ട് സ്റ്റൗ ഉണ്ടാക്കണം, പിന്നെ ഗ്യാസ് കത്തിക്കണം. ഇസ്ലാം പാടില്ല എന്നുണ്ടല്ലേ. അവിടെ വേഗം എന്താക്കാൻ ബിരിയാണി കഴിച്ചാളാ, ബിരിയാണി കഴിച്ചാൽ വല്ലാത്തൊരു ക്ഷീണം വരെ കഴിച്ചുകൊണ്ട് ഒന്ന് കടന്നിട്ടെണീക്കുക. അപ്പം എന്മാരുണ്ട് ഇപ്പോൾ 20 മിനിറ്റ്. ആ എല്ലാ അസുനുണ്ടല്ലോ, ഉറൂബിന് സമയമില്ലേ. فإنها سنة مؤكدة غاية التأكيد, അങ്ങേറ്റം തഅക്കീദാക്കപ്പെട്ട ഫർദാന്ന് വരെ പല കൗലും പറഞ്ഞിട്ടില്ലേ. ഫർദ് ഐനാണെന്നും ഫർദ് കിഫായി ആണെന്നും പലതും. അങ്ങനെയുള്ള സുന്നത്ത് മുഅക്കദയാണ്. ബിഹൈസു ലൗ തറക്കഹ അഹ്ലു നാഹിയത്തിൻ, ഒരു പ്രദേശക്കാർ ജമാഅത്ത് കംപ്ലീറ്റ് ഒഴിവാക്കിയ വജബ ഖിതാലുഹും ബിസ്ലാഹ്, ആയുധം ഉപയോഗിച്ച് അവരോട് യുദ്ധം ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇസ്ലാമിൻ്റെ വിധി അങ്ങനെയാണ്. അതുകൊണ്ട് ലിഅന്നഹാ മിൻ ശആഇറിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ശആഇറിൽപ്പെട്ടതാണ്. വലാ യതഖത്താ റിഖാബൻ നാസി ഇല സഫിൽ അവൽ, ഒന്നാമത്തെ സഫ് കിട്ടാൻ വേണ്ടി ജനങ്ങളെ ചവിട്ടി കിടക്കാൻ പാടില്ല. ഓരോ അതാപേണ്ടെന്ന് ഇവൻ വൈകിട്ട് വരിക, സ്വബിക്കേ വന്നാളുടെ പാടിരിക്കുന്നു. പണ്ട് ജുമാഅത്തുള്ളിലുണ്ട്, സ്വബിക്കേ വന്നാളെ മുമ്പിലേക്ക് വേണ്ടി വലിയൊരു ഉന്ത് വരും കിഴക്ക് ഭാഗത്തുനിന്ന്. ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഒരു ഉന്ത് വന്ന് രാവിലെ വന്നാളെല്ലാം ഉണ്ടാവും ഇങ്ങനെ പോകുന്നു. 1 സഫിലേക്ക് കിട്ടാത്തതുകൊണ്ട് 2 സഫിലേക്ക് 3 സഫിലേക്ക് ഇറങ്ങി അവസാനം 0 സഫിലേക്ക് കിട്ടുന്നതിനെ പരിക്കേക്കും. ആദ്യം കയറി വന്നാളെന്തായി പുറന്തള്ളി വയ്യ ഉന്തിയോന് സീറ്റ് മുഴുവനും കൊണ്ടുപോയി. അപ്പം അന്നാലൊക്കെ കിട്ടിയ ജുമാഅത്തുള്ളി എറിയുണ്ടായി. ഇപ്പം ചെയ്യാത്ത അയങ്ങാലത്ത് ഒറ്റ ജുമാഅത്തുള്ളിയായപ്പോൾ കിട്ടൂല. എൻ്റെ പണ്ടിന് ഉപ്പാനോട് വെച്ചിട്ട് അത് പിള്ളേരുടെ ഇട പടിമ കറിയിച്ചു വന്നു. അതിന് ഈ വീതിയിലെ പടിയില്ലേ അവിടെ കറിയിച്ചു. ഇതിനെക്കാണ്ട് വീതിയില്ലേ പടി. ഇത് അതിന് എത്രയോ മുന്നിൽ മഹമ്മദുള്ളക്ക് ഇല്ലേ, എൻ്റെ ഓർമ്മയിൽ മഹമ്മദുള്ളക്ക് ആദ്യത്താണ്. അതിന് മുമ്പ് ഒന്നുമില്ലാർക്ക് ആളെ ഓർമ്മ കണ്ടിട്ടില്ല. ഇനി ويتلاصقون بحيث يكونون محاذين بالأعناق والمناكب, ചുമലുകളെ കൊണ്ടും ഉനുക്കുകളെ കൊണ്ടും എന്താക്കണം, പരസ്പരം നേരെ വരത്തക്ക രീതിയിൽ ടൈറ്റായിട്ട് നിന്നുള്ളതാണ്. ഇന്ന് അതും പറയണ്ട, 4 മൂലൊക്കെ പോയി നിന്നോന്നാണ്. 1-ാം സപ്പിൽ തന്നെ ചിലപ്പോൾ 10 ആളെ നിർത്താനുള്ള ഗ്യാപ്പുണ്ടാവും. ഇങ്ങനെ നിന്നിട്ട് കൊറോണ അന്നാക്കിയതാണ്. ഇനി അങ്ങനെ നിന്നപ്പോൾ അങ്ങനെ നിന്നാൽ മതി എന്ന് എന്താക്കി, കൊറോണ വന്നപ്പം മന്ത്രി പറഞ്ഞ് അങ്ങനെ നിന്നാൽ മതി 4 മൂലക്ക്. അങ്ങനെ നിന്നിട്ട് പതിവാക്കിയില്ലേ. അല്ലെ മുസ്ലിമീങ്ങൾ പരസ്പരം മുട്ടിയോണ്ടെന്ന് ഇവിടെ പകർന്നിട്ടുണ്ടാകും. നമസ്കാരം പൂർണ്ണമാക്കുന്ന വിഷയത്തിൽ ഏറ്റവും മുഅ്തബർ കൽബിന്റെ ഹുളൂറാണ്. അള്ളാഹിനെക്കുള്ള സമ്പൂർണ്ണമായ തവജ്ജുഹും വേണം. ഫാത്തിഹ തീരുന്നതിന് മുമ്പ് കൈയളക്കിയാടെ വെച്ച് നൂട്ടറാക്കി വെച്ച് ഒരു കൈയളക്കി ഒരു കൈയളക്കി ഇത്ര മനസ്സിലാത്താണ് നിൽക്കിരിക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്.
അവിടേക്ക് പോയിട്ടേ ഉണ്ടാവില്ല. അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇവനെന്താന്നുള്ളത് റുക്കുവായിട്ടില്ല, ഖിയാമും അല്ല. ഇവൻ പതിട്ട് ഇമാമ ഞാനിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വേം ബാന്നു ഏതേ ഷർദാക്കലുണ്ട് തൊണ്ടാനക്കി. ആ يحكى أن الشيخ أبا العباس الجوالقي رضي الله عنه ജവാലിഖ് എന്ന് പറഞ്ഞ പണ്ടത്തെ കിണ്ടിയില്ലേ, കിണ്ടിയാണ്. ആ കിണ്ടി കച്ചവടക്കാരനായതുകൊണ്ടാണ് ജവാലിഖി എന്ന് പേര് വന്നത്. ഖാനഫി ബിദായത്തി ഹാലിഹി, മൂപ്പറ തുടക്കത്തിൽ യഅമലുൽ ജവാലിഖ വയബീഉ, കിണ്ടികൾ ഉണ്ടാക്കിയിട്ട് വിൽക്കലാണ്. എന്തുകൊണ്ട് മൈസത്ത് വേണമല്ലോ. ഫബാഅ യൗമൻ ജവാലിഖൻ ബനസീഅത്തിൻ, ഒരാൾക്ക് കടമായിട്ട് കിണ്ടി വിറ്റ്. എന്നിട്ടോ വനസിൽ മുസ്തരിയ, ആ മാങ്ങിയാളെ മറന്നുപോയി. ആ ഫലമ്മ കാമ ഇലസ്വലാരി തഫക്കറ ഫീ ദാലിക, നിസ്കരിക്കാൻ നിന്നപ്പോൾ മൂപ്പർ തഫക്കറിൽ വന്നു, ആ ഒരു കിണ്ടി ആരോ വാങ്ങിയിട്ടുണ്ടല്ല. സുമ്മലമ്മ സല്ലമ, പിന്നെ സലാം പെട്ടിയപ്പോൾ കാലളി തിൽമീദിഹി, തിൽമീദിനോട് പറഞ്ഞ് വഖഅത്തിലി ഖാതിറത്തുൻ ഫി സ്വലാത്തി, നമസ്കാരത്തിൽ ഒരു മറിയ ചിന്ത വന്നിട്ടുണ്ട്. എന്താണ്? അന്നേ ഇല അയ്യ ശഖ്സിൻ ബൈത്തുൽ ജവാലിഖ, ആരിക്കാണ് ഒരു കിണ്ടി വിറ്റത് എന്നുള്ള ചിന്ത മനസ്സിൽ വന്നു. ഫഖാല, തിൽമീദ് പറഞ്ഞ ഉസ്താദ് അത്തഫി അദായി സ്വലാത്തി ഫി തഹ്സിൽ ജവാലിഖി, കിണ്ടി കരസ്ഥമാക്കുന്നതിലോ നിസ്കാരത്തിലാണ് നിങ്ങൾ എന്തിനാ ഉണ്ടായിരുന്നു ഉസ്താദ് എന്ന് ചോദിച്ചു. അതിലെ ഉസ്താദ് ഞെട്ടിപ്പോയി. നല്ല തിൽമീദും തന്നെ. പണ്ട് ഉമ്മ പറഞ്ഞ പോലെ അല്ല, പൊട്ടും പാലും പറ്റുന്ന കണക്ക് അതുമില്ല പോലും. എന്താ ഉമ്മ ഇതാത്ത എന്തിനാ ഒന്നും കൂടെ നിൽക്കാൻ കഴിക്കട്ടെ, ചോർമ്മ വരൂ. ഇന്നാൾ ഇത്ര ലിറ്റർ പാല് വാങ്ങിയിട്ടുണ്ട്, വലിപ്പാൽ ഇത്ര വാങ്ങിയിട്ടുണ്ട്, അക്ക പാല് വാങ്ങിയിട്ടുണ്ട്, പൊട്ടി ഇന്നാൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയുണ്ടാക്കാൻ നിൽക്കാൻ മതി. തിൽമീദ് പറഞ്ഞില്ലേ, നിങ്ങൾ നിസ്കാരത്തിലായിരുന്നോ അല്ല കെട്ടിക്കച്ചവടത്തിലാണെന്നാ ചോദിച്ചത്. ഈ വാക്കെന്താക്കി ഷെയ്ഖ് നന്നായിട്ട് പലിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് ഫലബിസൽ മുറക്കാവ മൂപ്പറ് മസ്തറെല്ലാം മാറ്റിയിട്ട് പോയിട്ട് ജിയാള കൊണ്ട് ഷോലായി. വസല ഇലാമാ വസല, അങ്ങനെയാണ് മൂപ്പർ എത്തിയ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത്. ഇതാണ് തീർന്നത്. ഇനി പുതിയൊരു മസാലയാണ്. അത് ആദ്യകാലത്തുള്ളൊരു മസാലയാണ്. പിന്നീട് ഭാഗത്ത് ഇറക്കിയിട്ട് എന്താക്കി അതിന് ഭേദഗതിയാക്കിയിട്ടുണ്ട്. അല്ലാതെ ഒരു കൊല്ലം വഫാത്തിൻ്റെ ഇദ്ദ, 4 മാസം 10 ദിവസമായിട്ട് ചുരുക്കി. മറ്റൊന്ന് ഓർക്ക് ഇറിസില്ല ആദ്യകാലത്ത്, പിന്നീട് 4-1 8-1 ഇറിസ് വരുമല്ലോ. അതുകൊണ്ട് എന്താക്കി ഇറിസ് സ്ഥിരപ്പെടുത്തി. പിന്നെ ഒരു കൊല്ലത്തേക്ക് ചിലവ് കൊടുക്കണം ഈ ഇദ്ദ കഴിയുന്നത് വരെ. അതും കഴിഞ്ഞു. പിന്നെ ചരിത്രം തുടങ്ങും. മുമ്പ് വബകാലത്ത് ഒളിച്ചോടിപ്പോയ കൂട്ടറില്ലേ, അത് നമ്മൾ പണ്ട് പറഞ്ഞത്.